പ്പെടുന്ന വിഭാഗമാണ് നമ്മൾ. മലക്കുകൾക്ക് അതില്ല. മനുഷ്യര് അല്ലാഹു തആല സ്വർഗം കൊടുത്തിരിക്കുകയാണ്. സ്വർഗത്തിന്റെ വാല്യൂ എത്ര കഠിനമാണോ അതിനനുസരിച്ച് മനുഷ്യന്റെ ത്യാഗവും ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് ഏറ്റവും ത്യാഗോജ്ജലമായ ശ്രമങ്ങളിലൂടെ മാത്രം നേരിടാൻ കഴിയുന്ന ഒരു ശത്രുവിനെയാണ് മനുഷ്യന്റെ മുന്നിൽ അള്ളാഹു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവ് വേണമെങ്കിൽ മനുഷ്യൻ അത്ര കണ്ട് ഇലാഹുമായി അടുത്തിരിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഉപരിതലത്തിലേക്ക് എത്ര കണ്ട് അകന്നു പോകുന്നുവോ അതിനനുസരിച്ച് ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു പോകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു മനുഷ്യൻ എത്ര കണ്ട് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നുവോ കുറവ് കാരണം പിശാചുമായി അവൻ അങ്ങോട്ട് അടുത്തു പോകുന്നു, അള്ളാഹുവുമായി അവൻ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിശാചിനെ വരിഞ്ഞുകെട്ടാനുള്ള മേഖലകളിൽ ഏറ്റവും പ്രഥമമായും പഠിക്കേണ്ട പോംവഴിയായി അള്ളാഹുവിനെ പിടിച്ച കക്ഷികൾക്ക് പിശാചി അവരെ തൊടാൻ കഴിയില്ല എന്ന കാര്യം നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസത്തിൽ കലർപ്പ് വരാത്ത അഥവാ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് കാര്യങ്ങളഖിലവും അള്ളാഹുവിൽ സമർപ്പിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന കക്ഷികൾ, അവർക്ക് പിശാചിന്റെ ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നത്. സ്വാധീനം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും പിശാചി ഒന്ന് ആക്രമിക്കാൻ ശ്രമം നടത്തും. അവനൊന്ന് ആക്രമിക്കുമ്പോഴേക്ക് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അള്ളാഹുവിലേക്ക് അഭയം കൊള്ളും. അങ്ങനെയുള്ളതല്ലാതെ സ്ഥിരമായി പിശാചിന് പിടിക്കാൻ കഴിയില്ല. അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഓതിയല്ലോ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി ഫഇദാ ഹും മുബ്സിറൂൻ. തഖ്വയുള്ള കക്ഷികളെ പിശാചി തൊടുമ്പോഴേക്ക് ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ള ഒരു സംഘം അവരെ സ്പർശിച്ചാൽ തദക്കറു, അപ്പോഴേക്ക് അവർക്ക് ഓർമ്മ വരും അല്ലാഹുവിനെ. അവർ പരശോനെ ഞാനിപ്പോ എന്താ ചെയ്തത്, അള്ളാഹുവിലേക്ക് അവർ മടങ്ങും. ഫഇദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർക്ക് ഉൾക്കാഴ്ച കിട്ടും. അങ്ങനെയാണ് ഇസ്തിഗ്ഫാർ പറക്കുന്നത്, അങ്ങനെയാണ് തൗബ പറക്കുന്നത്. തൗബയൊന്നുമില്ലാത്ത പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അള്ളാഹുവിനെ അഭയം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിഷയങ്ങൾ തവക്കുലാക്കിക്കൊണ്ട് നീങ്ങുന്ന കക്ഷികളായിരിക്കണം. അവരാണ് ദാക്കിരീങ്ങൾ എന്ന് പറയുന്നത്. നാം ഇപ്പോൾ 2 ദിവസമായി ചർച്ച ചെയ്തു വരുന്ന വിഷയം അതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായി പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ദിക്റിന്റെ മധുരവും ബഹുമാനവും എത്ര കണ്ടൊരു മനുഷ്യൻ ബിസ്മി ആവർത്തിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അവന്റെ തവക്കുലിന്റെ മൂർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? നമ്മളിപ്പോ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വലിയ മരുന്നുമായി കൊണ്ടുവരാണ് ക്യാൻസറിന്. ആ ക്യാൻസറിന്റെ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ വെല്ലൂരിലേക്ക് CMC-യിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പതിറ്റാണ്ടുകൾക്ക് ഇടയിൽ ഒരിക്കൽ അവിടെ പോകേണ്ടി വന്നാൽ
ആ ഹോസ്പിറ്റലിന്റെ വാല്യൂ എത്രയാണ്? അവിടെയുള്ള ഡോക്ടറുടെ മൂല്യം എത്രയാണ്? അയാൾ നിർദ്ദേശിക്കുന്ന മരുന്നിന്റെ വില എത്രയാണ്? എല്ലാറ്റിനും വലിയ മൂല്യമല്ലേ? പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ പോയിട്ട് ആ ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന മരുന്ന് ഉപയോഗിക്കുന്ന മോമിനായ മനുഷ്യൻ ഈ പോയ പണിയൊക്കെ ബാത്തിലാക്കുന്ന രൂപത്തിലാണ് പറയുന്നത്. എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. CMCക്കും വിലയില്ല, ഡോക്ടർക്കും വിലയില്ല, ആ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കും വിലയില്ല, മരുന്നിനും വിലയില്ല. വില എപ്പോഴുള്ള ആർക്കാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിനാണ് വില. ഇതാണ് വാല റബ്ബിഹിം യതവക്കലൂൻ. അല്ലാതെ അസ്ബാബുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു തവക്കുലുണ്ട്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കള്ളത്തവക്കുലാണ്. ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. ചില ആളുകളുണ്ട് അങ്ങനെ, പണിക്കൊന്നും പോവില്ല. ഓഫീസ് സമായി റിസ്ക്കൊന്നല്ല അല്ല പറഞ്ഞ് ഇങ്ങോട്ട് തന്നോട്ടെ എന്നാ. എന്നിട്ട് മറ്റുള്ളവർക്ക് കല്ലായി മാറുക. അങ്ങനെയുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, കല്ലല്ലി മൗലാഹൂൻ. മറ്റുള്ളവർക്ക് ഭാരമായി മാറാൻ. ഏതെങ്കിലും സാധുക്കൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവിടെ പോയി കുത്തിരിക്കും മൂപ്പര് ആ ഭക്ഷണം കഴിക്കുന്ന നേരത്ത്. തവക്കുലായിട്ട് നീ കാട്ടു പോയി കുത്തിരിക്കുക. തവക്കുലിന്റെ ആളുകൾ ചെയ്യേണ്ട പണി അതാണ്. അത് മറ്റൊരു കാര്യം. അസ്ബാബുകൾ ഉപയോഗപ്പെടുത്തലോടുകൂടെ അസ്ബാബുകൾക്ക് അവലംബം കാണിക്കാതിരിക്കുന്നവരാണ്. അതാണ് തവക്കുല്. അസ്ബാബിന്റെ ലോകത്തുള്ള തവക്കുൽ അതാണ്. സബബുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ തവക്കുൽ അങ്ങനെയാണ്. അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് അവർ കാര്യങ്ങൾ ചെയ്യൂ. അത് തവക്കുലിന്റെ ലക്ഷണം. അങ്ങനെയല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്? അത് തവക്കുലിന്റെ ലക്ഷണമാണ്. അങ്ങനെ തവക്കുല് ലക്ഷണമാക്കി ജീവിക്കുന്ന ആളുകൾക്ക് പിശാചിന്റെ സുൽത്താൻ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലേ? നോക്കി നിങ്ങള് ആ തവക്കുലിന്റെ മധുരമായ മന്ത്രം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നോക്ക് നിങ്ങൾ. എത്ര മധുരമായ മന്ത്രമാണ്! ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ എത്ര അവന്റെ മനസ്സിലുള്ള വ്യാകുലതകളും ചിന്തകളും എത്ര വലുതാണ് നിങ്ങൾ ചിന്തിക്കണം. ഒരു ബസ്സിൽ നമ്മൾ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു ബസ് പുറപ്പെടുകയാണെങ്കിൽ ആ ബസ്സിൽ ഇരിക്കുന്ന 50 ആളുകളുണ്ടെങ്കിൽ 50 ആളുകളുടെ മനസ്സൊന്ന് കീറി നോക്കണം. ചില ആളുകളുടെ മനസ്സിൽ തീയായിരിക്കും, ബേജാറിന്റെ എന്തോ കേസും ഗുലുമാലായിട്ട് പോവാണ്. ചില ആളുകളുടെ മനസ്സിൽ ഏതോ വിവാഹക്കാര്യം ശരിപ്പെടാൻ വേണ്ടി പോവാണ്. മകൾക്ക് വയസ്സ് 25 കഴിഞ്ഞ് ഇപ്പോ വന്ന കേസും കൂടി ശരിയായിട്ടില്ലെങ്കിൽ മകളെ മുഖത്ത് നോക്കാൻ പറ്റൂല. അങ്ങനെയുള്ള പിതാവ് ആ ബസ്സിലുണ്ടാവും. ചിലപ്പോൾ ഒരു ഉസ്താദ് ഉണ്ടാവും, ദീനി ദൈവത്തിന് പോവാണ്. ഏതെയോ പാവപ്പെട്ട ചില ആളുകൾ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നുണ്ട്. അവരെ നന്നാക്കാൻ പോകുന്ന ഉസ്താദിന്റെ എങ്ങനെയാണ് അവരെ നന്നാക്കുക പഠിച്ചവനെ, നീ അല്ലാതെ ഹിദായത്താക്കുന്ന ആളില്ലല്ലോ. ഈ ചിന്തയിൽ പോകുന്ന ആളുണ്ടാവും, ഉസ്താദ് ഉണ്ടാവും അതിൽ. ചില ആളുകള് വളരെ പ്രയാസകരമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥികളോ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോ ഒക്കെ അതിലുണ്ടാകും. അല്ലേ? വിവിധ മനസ്സുകളുമായി പോകുന്ന ആളുകളാണ്. ഇവർക്കെല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ടായിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എല്ലാ ആളുകളും ഏത് തരത്തിലിറങ്ങിയാലും കുഴപ്പമില്ല, എങ്ങനെ ഇറങ്ങിയാലും കുഴപ്പമില്ല. ആ ഇറങ്ങുന്ന സമയത്ത് വീടുകളിൽ നിന്നിറങ്ങുന്ന ആള് ബിസിനസ്സിന് ഇറങ്ങുകയാണെങ്കിലും, സ്കൂളിലേക്ക് പാഠശാലകളിലേക്ക് ഇറങ്ങുകയാണെങ്കിലും, വിവാഹകാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിലും, ഏതെങ്കിലും കേസിൽ കുടുങ്ങിയിട്ട് കോടതിയിലേക്ക് പോകുന്നവനാണെങ്കിലും, കുടുംബ ബന്ധത്തിന്റെ പേരിൽ ഇറങ്ങിയവരാണെങ്കിലും, കടം മൂത്തിട്ട് ആരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിലും, നാട്ടിൽ പള്ളിയില്ലാതെ വിഷമിക്കുന്ന കമ്മിറ്റിക്കാര് അതിനുവേണ്ടി മുതലാളിമാരെ കാണാൻ വേണ്ടി പോകുന്നവരാണെങ്കിലും, ഏത് തട്ടിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കെല്ലാം പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
തവക്കുലല്ലത്. തവക്കുലിന്റെ ഏറ്റവും നല്ല മന്ത്രമാണ് ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അത് വിശ്വാസവും തവക്കുലും ശരിക്കു വിളിച്ചോതുന്ന മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹവല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങിയാൽ അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് ഒരു സുവിശേഷകൻ അവനെ വിളിച്ചു പറയും, ഹുദീത വ കുഫീത വ വഖീത വ തനഹാ അൻഹു ശൈത്വാൻ. നോക്ക് നിങ്ങൾ, ആയത്തും ഹദീസും തമ്മിൽ ഒക്കുന്നു. അവന് വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വരികയാണ്, ഹുദീത, നിനക്ക് മാർഗദർശനം കിട്ടിപ്പോയി മോനെ. ഓ ബിസിനസ്സുകാരാ, നിന്റെ റൂട്ട് പഴിച്ചിട്ടില്ല. ഓ കോളേജ് കുമാരാ, നിന്റെ റൂട്ട് പഴിച്ചിട്ടില്ല. ഓ കടം തീർക്കാൻ വേണ്ടി വിഷമത്തോടുകൂടെ പോകുന്ന മനുഷ്യ, നീ വിഷമിക്കേണ്ടതില്ല, നിന്റെ റൂട്ട് പഴിച്ചിട്ടില്ല. ഓ മെഡിക്കൽ വിദ്യാർത്ഥി, നിന്റെ റൂട്ട് പഴിച്ചിട്ടില്ല. ഓ കച്ചവടം പീടിക തുടങ്ങാൻ വേണ്ടി പോകുന്ന കക്ഷി, നീ പഴിച്ചിട്ടില്ല, നിന്റെ റൂട്ട് പഴിച്ചിട്ടില്ല. വ കുഫീത വ ബുക്കീത, നിന്റെ കാര്യങ്ങൾ പരിഹൃതമാണ്. നിന്നെ എല്ലാ മോശങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും നീ സുരക്ഷിതനായിരിക്കുന്നു. ഇതൊക്കെ അവന് വിളിച്ചു പറയപ്പെടുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല വ തനഹാ അൻഹു ശൈത്താൻ, ശൈത്താൻ അവനെ തൊട്ട് മാറി നിൽക്കുമെന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ്. അല്ലേ അല്ലേ ആ വഴിയിൽ പോകുന്ന ആ പിശാചി, ഈ മനുഷ്യനെ പഴപ്പിക്കാൻ ഉദ്ദേശിച്ച് വന്നിരുന്ന പിശാചി വേറൊരു പിശാചിനോട് കുശലാന്വേഷണം നടത്തുന്നത് വരെ നമുക്ക് കാണാൻ കഴിയും. ശൈത്താൻ ഫയഖൂലു ശൈത്താനിൻ ആഖർ, വേറൊരു ശൈത്താനിനോട് അവൻ പറയാണ്, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വ കുഫിയ വഖിയ, മാർഗദർശനം കിട്ടിപ്പോയ, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും സുരക്ഷിതത്വം കിട്ടിപ്പോയ, സെക്യൂരിറ്റി വലയത്തിൽ പോകുന്ന മനുഷ്യനാണ് അയാൾ. അയാളെ പഴപ്പിക്കാൻ നിനക്കെന്ത് കാര്യം, നിനക്കിങ്ങനെ കഴിയും എന്ന് പിശാചി തമ്മിൽ കുശലാന്വേഷണം നടത്തുന്ന മർത്തബയിലേക്ക് വരെ എത്തുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ഇയാളുടെ കാര്യങ്ങൾ സാധിക്കുന്നത് അള്ളാഹുവിന്റെ പേരുകൊണ്ടാണ്. അതിന് മഹാനായ ഇബ്നു അല്ലാഹ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന അർത്ഥമൊക്കെ നിങ്ങൾ, മഹാനായ ബൈളാവി ഇമാമും എല്ലാം പറഞ്ഞ അർത്ഥമാണ്. ആ ഒരൊറ്റ ദിക്റിന്റെ അർത്ഥം ബഹുമാനപ്പെട്ടവർ കൊടുക്കുന്നു, ബിസ്തിആനതക ബിസ്തിആനതിക ബിസ്മിഹി തആല വ തഹസ്സുനിക ബി ഹുദീത ലിസ്സിറാത്തിൽ മുസ്തഖീം. ആ പറയപ്പെട്ട വാക്കിന്റെ അർത്ഥമാണ് ഇവൻ ചൊല്ലിയ ദിക്റും ആ ദിക്റിന്റെ കാരണത്താൽ മലക്കുകൾ വിളിച്ചു പറഞ്ഞ സുവിശേഷവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഇബ്നു അല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദലീലുൽ ഫാലിഹീനിൽ പറയുന്നു, ഐ ബിസ്തിആനതിക ബിസ്മിഹി തആല, നീ അള്ളാഹുവിന്റെ നാമം കൊണ്ട് സഹായം തേടിയല്ലോ, അള്ളാഹുവിന്റെ നാമത്തെ മുൻനിർത്തിയാണല്ലോ നീ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സഹായം തേടിയ കാരണം കൊണ്ട് വ തഹസ്സുനിക ബിഹി, അള്ളാഹുവിനെ കൊണ്ട് നീ സുരക്ഷിതത്വം ഉണ്ടാക്കിയതിനു വേണ്ടി, സെക്യൂരിറ്റി വലയം തീർത്തതിനു വേണ്ടി, ഹുദീത ലിസ്സിറാത്തിൽ മുസ്തഖീം, നേരായ റൂട്ടിലേക്ക് നിനക്ക് ദർശനം നൽകപ്പെട്ടുപോയി. വകുഫീത കുല്ല മുഹമ്മിൻ ദുന്യവിയ്യൻ വ ഉഖറവിയ്യൻ, ദുന്യവിയും ഉഖറവിയുമായ എല്ലാ നിന്റെ ടെൻഷനുകളും പരിഹൃതമായി പോയി. വവഖീത മിൻ ശർരി കുല്ലി അദുവിൻ, എല്ലാ ശത്രുവിന്റെ തിന്മകളെ തൊട്ടും നീ സുരക്ഷിതനായി പോയി. സുബ്ഹാനല്ലാഹ്, തലങ്ങും വിലങ്ങും വാഹനങ്ങൾ തുരുതുരാ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നീ ഒരു മിനിറ്റ് നിന്റെ ബിസി ഉണ്ടല്ലോ, ബിസിയോട് ബിസി, ആ ബിസിയോട് ബിസി തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമോനെ. എന്ന് കാരണമായ ആടവും വഴിയിൽ വെച്ച് ഒരു മൃഗം നിന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, നിന്റെ സമ്പത്ത് പോക്കറ്റടിക്കാൻ സാധ്യതയുണ്ട്.
നീ കച്ചവടപ്പീടിക തുറക്കാൻ വേണ്ടി താക്കോലുമായി പോകുന്നവനാണ്, അതിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല ഒരുപാട് ഷർറുകൾ നിനക്ക് വെച്ചിട്ടുണ്ട്. ആ ഷർറുകളെല്ലാം നീക്കിക്കളയാൻ പറ്റിയ സെക്യൂരിറ്റി അത് നിന്റെ കൈവശം തന്നിരിക്കുന്നു. ആ സെക്യൂരിറ്റി അല്ലാഹുവിനെ പിടിക്കൽ തന്നെയാണ്. ആ സെക്യൂരിറ്റി നീ പോയാൽ അല്ലാഹുവിന്റെ പേര് കൊണ്ട് നീ സുരക്ഷാ വലയം തീർത്ത കാരണം കൊണ്ടും നേരായ റൂട്ടിലേക്ക് നിനക്ക് മാർഗദർശനം നൽകപ്പെട്ടുപോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസ്റു കേൾക്കുന്നുണ്ടോ? ഇടക്കിടക്ക് മൈക്ക് പോകുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ചാലും. മൈക്ക് ഫ്രീ. നമ്മളെ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കളയുന്ന ടെൻഷനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിഹാരമായി കിട്ടും അല്ലേ? എന്താണ് ഇതിന്റെ കാരണം? പിശാചിന്റെ രംഗപ്രവേശനം ഒഴിവായിപ്പോയി ഇല്ലേ? ഇതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, മഹാനായ ഇമാം ഷാഫിഈ തങ്ങളെ അദ്ദേഹത്തിന്റെ ഹിസ്ബുൽ ബഹർ, മുഅ്മിനീങ്ങളൊക്കെ ചെല്ലണം. ഹിസ്ബുൽ ബഹർ ഒരുപാട് കാവലുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവര് ഉണ്ടാക്കിയിട്ടുള്ള നല്ല വിറുദാണ്. കാവലുകൾക്ക് വേണ്ടി അല്ലേ? ആ കാവലുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ വിറുദിന്റെ തുടക്കം, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ബഹുമാനപ്പെട്ടവര് പ്രത്യേകം എടുത്തു കൊടുത്തൊരു സ്ഥലമുണ്ട്. വളരെ മനോഹരമായ ദിക്ർ. എന്താ? ബിസ്മില്ലാഹി ബാബുന തബാറക ഹീത്വാനുന യാസീൻ സഖഫുന ഖാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുന ഹാമീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുന. ബഹുമാനപ്പെട്ടവരുടെ ഹിസ്ബുൽ ബഹറിലുള്ള ആ വിറുദുകളാണ്. അതിൽ പറയുന്നത് ബിസ്മില്ലാഹി ബാബുന, ബിസ്മില്ലാഹിയാണ് നമ്മുടെ ബാബ്, നമ്മുടെ ഗേറ്റ് ബിസ്മില്ലയാണ് അല്ലേ? ഗേറ്റ് കടന്നിട്ട് വേണം ഒരുപാട് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ. അത് കടക്കാനുള്ള താക്കോല് ബിസ്മില്ലാഹിയാണ്. മഹാനായ ഉമർ സഖാഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഫർദു സഖാഫിൽ കാണാം ബിസ്മില്ലാഹി തഹസ്സന്ന. നോക്ക് നിങ്ങള്, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് തഹസ്സന്ന, ഞാൻ സുരക്ഷാ വലയം തീർത്തു. കണ്ടോ, മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ദിക്റുകളിൽ പ്രത്യേകമായി സുരക്ഷയ്ക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലേ, നമ്മളെ അപായപ്പെടുത്താൻ, നമ്മളെ അപകടപ്പെടുത്താൻ, നമ്മളെ അപകടത്തിൽ ചാടിക്കാൻ പല ശത്രുക്കളും കുതന്ത്രം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ സുരക്ഷാ വലയത്തിലാണെങ്കിൽ നമ്മെ തൊടാൻ കഴിയില്ല. നിങ്ങൾ നോക്കണം, ചെറിയ കോഴിക്കുഞ്ഞുങ്ങള്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ കീ 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 എന്ന് പറയുന്ന കോഴിക്കുഞ്ഞുങ്ങള്, ആ കോഴിക്കുഞ്ഞക്ക് ഉമ്മയില്ല എന്ന് സങ്കല്പിക്കുക. ആ നാട്ടിലാണെങ്കിൽ പരുന്തിന്റെ ശല്യം ധാരാളമാണ്, കുറുക്കന്മാരുടെ ശല്യം ധാരാളമാണ്, കഴുകന്മാരുടെ, കീരിമാരുടെ ശല്യം ധാരാളമാണ്. ഒരു പറമ്പിൽ കോഴിക്കുഞ്ഞുങ്ങൾ കഴിയുന്നു, ഉമ്മ പോലുമില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളാണ്.
ശത്രുക്കൾക്ക് അത്ഭുതം തോന്നുകയില്ല പറ്റുന്ന സ്വൽപ്പം ചില സ്വഹാബത്തും സർവകീരിമാരുടെയും കഴുകന്മാരുടെയും പരുന്തിന്മാരുടെയും ഇടയിൽ നീണ്ട 10 കൊല്ലക്കാലം ജീവിച്ചത് നിങ്ങൾ ഓർക്കണം. 10-12 വർഷക്കാലം അല്ലേ? അബൂജഹൽ കീരിയാണെങ്കിൽ അബൂലഹബ് 1 നമ്പർ സർപ്പമാണ് അല്ലേ? ഋതുബത്ത് കഴുകനാണ്. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഭക്തവൈരികളായ ശത്രുക്കളുടെ ഇടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ വിഷയത്തിലും സുരക്ഷിതനായി ജീവിക്കാൻ കഴിഞ്ഞത് വല്ലാഹു യഅ്സിമുക മിനന്നാസ്. എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് പിടിച്ചത് ബിസ്മില്ലാഹി തഹസ്സന്ന ബിസ്മില്ലാഹി ബാബുന. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ പിടിച്ചു. അല്ലാഹുവിനെ പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുരക്ഷ കിട്ടി. പിശാചിന് തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിശാചിന്റെ ശൈത്താനിനേക്കാളും വലിയ ശൈത്താനാണ് അത് മനുഷ്യ ശൈത്താനെ എന്ന് കിതാബിൽ കാണാൻ കഴിയും. കീർത്താസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ശൈത്താനുൽ ജിന്നി വൽ ഇൻസി. ജിന്നിന്റെ ശൈത്താന്, ഇൻസിന്റെ ശൈത്താന്, 2 തരം ശൈത്താനുണ്ട് അല്ലേ? ജിന്നുകളിലുണ്ട് ശൈത്താൻ അല്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മദീനയിൽ കുറെ ജിന്നുകള് മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ ബദാൻ നിങ്ങൾക്കിലും മദീന നിവാസികളായ മോമിനീങ്ങളോട്, സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾ എന്താക്കണം? അവരോട് സമ്മതം ചോദിക്കണം എന്നാ. എന്തിനാ അങ്ങനെ പറയാൻ കാരണം? മുസ്ലിമീങ്ങളായ ജിന്നുകളുണ്ട്, അതുപോലെ കാഫിറുകളായ ജിന്നുകളുണ്ട്. ശൈത്താന്മാരാണവര്. ബുദ്ധിമുട്ടിക്കുന്ന അക്രമമുണ്ട്. മനുഷ്യജീവിത മോമിന്മാരുണ്ട്. എന്നാൽ ജിന്ന് ഇൻസിൽ വെച്ച് ഏറ്റവും കടുത്ത ശൈത്താന്മാരാരാണ്? അത് മനുഷ്യ ശൈത്താനാണ് എന്നാ. ആ മനുഷ്യ ശൈത്താന്മാര് ഉറഞ്ഞു തുള്ളുന്ന കാലഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതരായി ജീവിക്കുകയാണ്. നിങ്ങൾ നോക്ക്, എങ്ങനെയെല്ലാം പിടികൂടാനുള്ള വഴികളുണ്ടോ അത് മുഴുവനും അന്വേഷിക്കുന്നു. എന്നാൽ അല്ലാഹു തആലയുടെ ആ തഖ്ദീർ നോക്കണമെങ്കിൽ, അജീബായ തഖ്ദീർ, അല്ലാഹുവിന്റെ ആ വിധികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ സുരക്ഷിതത്വം ആവശ്യമുള്ള ഘട്ടത്തിൽ ബാഹ്യമായ സുരക്ഷിതത്വങ്ങളെല്ലാം നിമിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. സ്വന്തം ഉപ്പായെ, സ്വന്തം ഉമ്മായെ. പിന്നെ നമ്മൾ പറയും അബ്ദുൽ മുത്തലിബ് ഉണ്ടല്ലോ, അബൂ താലിബ് ഉണ്ടല്ലോ. അബൂ താലിബ് ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ അവർക്ക് എപ്പോഴും കാരി വരാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിപ്പിച്ചിട്ടും നബി തങ്ങളെ തൊടാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ബിസ്മില്ലാഹി ബാബുന. അല്ലാഹുവിന്റെ ഹബീബ് ബിസ്മില്ലാഹിയുടെ ആളാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ പിടിച്ച കക്ഷികളെ തൊടാൻ, അവരുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ പിശാചിന് സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അപ്പൊ നമ്മളെ പിശാച് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മയൻ എന്താണ്? നമ്മളുടെ സുൽത്താന് പിശാചിന്റെ കയ്യിലാണെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ്? നമ്മൾ അള്ളാഹുവിനെ ശരിക്ക് വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിനെ ശരിക്ക് മഹബത്ത് വെച്ചിട്ടില്ല. ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. അള്ളാഹുവിനോട് സ്നേഹം വേണം, അള്ളാഹു ഇഷ്ടപ്പെട്ട വസ്ത്രമണിയണം, അള്ളാഹു ഇഷ്ടപ്പെട്ട ദിക്റുകൾ ചെല്ലണം, അള്ളാഹു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നെ കാണണം, അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനം നീ നടത്തണം. നിന്റെ വീട്ടിൽ തോന്നിയാസം കാണുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് അല്ലേ? സ്വന്തം മക്കളാണ് കാണിക്കുന്നതെങ്കിലും നോക്കി നിൽക്കാൻ പാടില്ല.
അള്ളാഹുവിന്റെ ലഅനത്തിറങ്ങും. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളുടെ മേലെ ലഅനത്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാം പാസ്സായിട്ട് ആലമുൽ അർവാഹിൽ എത്തിയ ആലിമീങ്ങളൊന്നുമല്ല. ഒരു വിഷയം തിരിഞ്ഞ മനുഷ്യൻ അത് തിരുത്തി കൊടുത്തില്ലെങ്കിൽ അവനക്ക് ലഅനത്തുണ്ടാകുന്നു. ഗസാലി ഇമാം പറഞ്ഞു ഞാൻ മുമ്പ് ഇവിടെ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ആലിം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ ആ വീട്ടിലുള്ള കുടുംബനാഥന് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് ശകലം വിവരമുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു കൊടുത്തുകൊള്ളണം. അല്ലെങ്കിൽ ആ വീട്ടുകാരന്റെ മേൽ ലഅനത്താണ്. അപ്പോൾ ലഅനത്ത് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സങ്കേതമാണ്. അല്ലാഹു തആലയുടെ വിലായത്ത് അവന് കിട്ടുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വാധീനം കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ ആളുകളാകുന്ന മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അവൻ അല്ലാഹുവിനെ പിടിച്ചിരിക്കണം. അല്ലേ? നിങ്ങൾ നോക്ക്, അതുകൊണ്ടാണല്ലോ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ സാധനത്തിന്റെ ബറക്കത്തും പവറും മഹാന്മാര് പഠിപ്പിച്ചത് അക്കാരണത്താലാണ്. അല്ലേ? നമ്മൾ പലപ്പോഴായി ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ മലീഹി താബഈ എന്ന് പറയുന്ന മഹാനവറുകള്, ബഹുമാനപ്പെട്ടവർ ഒരു മനുഷ്യനിൽ നിന്ന്, അയാൾ സ്വഹാബിയായിരിക്കാം, ആരുമാകാം, റിപ്പോർട്ട് ഉത്ഭവത്തിൽ കാണാൻ കഴിയും. അബൂദാവൂദിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ അദ്ദേഹം സ്വഹാബിയാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ വാഹനത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവില്ലേ, നമ്മൾ മോട്ടോർ ബൈക്കിന്റെ ബാക്കിൽ ഒരാൾ കയറിപ്പോകുന്നത് പോലെ, ഒട്ടകത്തിന്റെ പുറത്തോ കുതിരന്റെ പുറത്തോ ബാക്കിൽ ഒരാൾക്ക് കയറിപ്പോകും. അതിന് റദീഫ് എന്നാ പറയുക അറബിയിൽ. ബാക്ക് സീറ്റ് പോണ ആള്. അങ്ങനെ നബിത്തങ്ങൾക്കും ആണയം ശൈത്താൻ പരാജയപ്പെടട്ടെ, ആ ശൈത്താന്റെ ഫിത്ന കൊണ്ടാണ് ഈ മൃഗത്തിന് സംഭവിച്ചതെന്നുള്ള നിലക്ക് അങ്ങനെ പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ലാ തഖുൽ തഇസ ശൈത്താൻ, ശൈത്താൻ പരാജയപ്പെടട്ടെ എന്ന് നീ പറയല്ല. കാരണം എന്താണ്? ശൈത്താൻ ഫഇന്നക ഇദാ ഖുൽത ദാലിക, നീ അത് പറഞ്ഞാൽ തആലമ, അവൻ വണ്ണം വെക്കും. ഹത്താ യകൂന മിസ്ലൽ ബൈത്തി, അവൻ ഈ ബിൽഡിങ്ങിനെ പോലെ ഇപ്പോവും തടിച്ചു വീർത്തിട്ട്. കാരണം എന്താ? അവൻ ഞാൻ തരക്കേടില്ല, ഞാൻ വലിയ ആളാന്നാണല്ലോ, എന്നിട്ടല്ല പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞത് എന്ന് അവൻ വിചാരിക്കും. അപ്പോ അവൻ അഹങ്കാരം മൂക്കും. അവൻ പിന്നെയും എന്നെ പേടിയാണ് എന്നുള്ള നിരക്ക് നിൽക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് വീണ്ടും അവൻ വരും എന്നൊക്കെ അർത്ഥം ഉണ്ട് ആ വിഷയത്തിന്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെ നമ്മൾ ഒരിക്കലും വലുതാക്കരുത്. ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ദുന്യാവിൽ എനിക്ക് ഏറ്റവും നിസ്സാരായി തോന്നുന്ന സാധനം അത് ഇബ്ലീസാണെന്ന് പറഞ്ഞവരുണ്ട്. നമ്മളെ വിചാരിച്ച് പറയാൻ നിൽക്കണ്ടോ, അത് യോഗ്യതെത്തിയ ആൾക്കാർ പറയും. എനിക്ക് ദുന്യാവിൽ ഇത്രമാത്രം നിസ്സാരമായി, ഇത്രയും ലളിതമായി ഒരു സാധനം, എനിക്കൊരു പ്രയാസം തോന്നാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇബ്ലീസാണെന്ന് പറഞ്ഞ ആരിഫ്യങ്ങളുണ്ട്. അത് കേട്ടിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, PG എഴുതുന്ന ആളുടെ ചോദ്യപ്പേപ്പർ നോക്കിയിട്ട് 1ാം ക്ലാസ്സാണ് ഉത്തരം നിൽക്കണ്ട, അത് മഹാന്മാർ പറഞ്ഞതാണ്. നമ്മളങ്ങോട്ട് എത്തട്ടെ, അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. അപ്പോ ശൈത്താന്, അങ്ങനെ ശൈത്താനിന്റെ വല്ല ഉപദ്രവം കണ്ടാൽ തൈസ ശൈത്താൻ എന്ന് പറയല്ല, ശൈത്താന് വണ്ണം വെച്ചു പോകും. വലാകിൻ ഖുൽ ബിസ്മില്ലാ, മറിച്ച് നീ ബിസ്മില്ലാ എന്ന് പറ. ഫഇന്നക ഇദാ ഖുൽത ദാലിക തസാഗറ, കാരണം നീ അത് പറഞ്ഞാൽ പിശാചി ചെറുതായി പോകും. മത്തായക്കൂന മിസ്ല ദുബാബി, അത് ഈച്ചനെ പോലെ ആയിപ്പോവും, ചെറുതായി ഈച്ചനെ പോലെ ആവുന്ന. മാമിൻ അബ്ദി യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ലാ യദൂബു ശൈത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ പറഞ്ഞാൽ ശൈത്താൻ ഉരുകിപ്പോയിട്ടല്ലാതെ ഉണ്ടാവൂലാണ്. കമാ യദൂദു റുസാസു മിനന്നാർ, ഈയണ്ടല്ല, ഈയം അത് തീരിട്ടാൽ ഉരുകിപ്പോകുന്നത് പോലെ ഉരുകിപ്പോകുമെന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ പവറാണത്, ഉരുകിപ്പോകുന്നതാണ്. അല്ലേ? അത്രയും പവറുണ്ട്. കാരണം എന്താ? അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ പറഞ്ഞ സമയം നീണ്ടുപോകും. നമ്മൾ കേട്ടിട്ടില്ലേ, ശൈത്താന് ഒരിക്കല് ഒരു ശൈത്താൻ ഇങ്ങനെ മറ്റൊരു ശൈത്താനുമായി വഴി വെച്ച് കണ്ടുമുട്ടി. അപ്പോ ഒരാള് ഭയങ്കര തടിച്ച ആളാണ്, തടിച്ചു കൊടുത്താൽ ഉഷാറുണ്ട്, അടുത്ത ഉദയത്തിന് ഇറക്കാൻ പറ്റും, അങ്ങനത്തെ സൈസാണ് ഒരു ശൈത്താൻ. മറ്റൊരു ശൈത്താന് മെലിഞ്ഞൊട്ടിട്ടുണ്ട്, ഒന്നിനും പറ്റൂല, അങ്ങനത്തെ ഒരു സാധനം. അപ്പോ തടിച്ച ശൈത്താന് മെലിഞ്ഞ ശൈത്താനോട് ചോദിക്കാണ്,
അറാക്കഫിൽ ഹാല എന്തടെ പറ്റിപ്പോയതൊന്നും തിന്നാൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. എന്താ പറ്റിയേ, പറ്റം വലിയണല്ലോ എന്ന് ചോദിച്ചപ്പോ ഫക്കാല ഇനി മുസല്ലത്തുൻ അല റജുലിൻ ഇതാ ദഖല ബൈത്തഹു. എടോ നിന്റെ കഥ പറയണ്ട, എനിക്ക് പണി കിട്ടിയത് എവിടാന്നറിയാം, എനിക്ക് ഒരു മുസ്ലിമായ ഒരാളുടെ അടുക്കലാണ് എനിക്ക് പണി കിട്ടിയത്. പണി കൊടുക്കുന്ന മൂപ്പരാണല്ലോ വലിയാള് ഇബ്ലീസ് കാരണൂര്. മൂപ്പര് ഓരോ അനുയായികൾക്കും പണി കൊടുത്ത് വിടില്ലേ. എനിക്ക് എന്നെ കണക്ട് ചെയ്ത് തന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൂടെയാണ്. അപ്പോഴോ ഇതാ ദഖല ബൈത്തഹു ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയാളെ പുറേ കയറിയാൽ ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. വൈദാ ഖറജ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുറേന്ന് പുറത്തിറങ്ങിയാൽ മൂപ്പര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ചില ആൾക്കാരോട് പിശുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായി പറയണോ, പിശുക്കരുത്. അതിൽ രഹസ്യം എന്താ, ആ നാമം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ നാമം എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് പൂർണ്ണമായി പറയണം. അങ്ങനെ വീട്ടിലേക്ക് കടന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അയാൾ എഴുന്നേറ്റാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അയാൾ ഇരുന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൈദ അക്കല കാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൂപ്പര് തിന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും, കുടിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അങ്ങനെ ഫാക്കൂനു ഹാരിബ മിൻഹു ദായിമൻ. എനിക്ക് എപ്പോഴും പേടിച്ചു വേണ്ടുന്ന പരിപാടി തന്നെയുള്ളത്. തിന്നാനും കിട്ടില്ല, കുടിക്കാനും കിട്ടില്ല, ഉറങ്ങാൻ കിട്ടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല എന്ന് മാത്രമല്ല മനയ്ക്ക് സ്വസ്ഥതയില്ല. കാരണം ഇയാൾ നീ ചെല്ലുമ്പോക്ക് പായണം, ഞാൻ പേടിച്ചിട്ട്, കാരണം ദിക്റാണ് ചൊല്ലിപ്പോണത്, അല്ലാതെ പേര് വെക്കുമ്പോൾ ഞാൻ പായാണ്. ഇങ്ങനെ ഉള്ളൊരവസ്ഥയാണ് എനിക്കുള്ളത്. അല്ലാ ആ സമയത്ത് ഇതെല്ലാം പറഞ്ഞിട്ട് മെലിഞ്ഞ ആ പിശാചി തടിച്ച പിശാചിനോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് നല്ല തിന്നാൻ കിട്ടുന്ന പോലെ ഉണ്ടല്ലോ, നീ നല്ല തടിച്ചു കൊടുത്തല്ല ഉഷാറുണ്ടല്ല, കാണാനും നല്ല മട്ടുണ്ടല്ലോ, എന്താണ് നിനക്കുള്ള അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ സമീനായ പിശാച് അഥവാ തടിച്ചു കൊഴുത്ത പിശാച് പറയുന്നു, ഇന്നീ മുസല്ലത്തുൻ അലാ റജുലിൻ, ഞാൻ ഒരു മനുഷ്യന്റെ മേലിലാണ് എന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത് ഒരു കമ്പനിയിലാണ്. ഏതാണ് ആ കമ്പനി? യദ്ഖുലു ബിൽഗഫ്ലതി വലാ യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ഇപ്പോൾ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും നേരെ മാറ്റമുള്ള ആളാണ്. അവൻ വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലാറില്ല, പുറത്തിറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാറില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറില്ല, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറില്ല, എണ്ണയിടുമ്പോൾ ബിസ്മി ചൊല്ലാറില്ല. ഏത് സമയത്തും ബിസ്മി ചൊല്ലാതെ അവൻ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നവനാണ്. അതുകൊണ്ട് അവന്റെ ഭക്ഷണം മുഴുവനും, അവന്റെ വെള്ളവും, അവന്റെ പാർപ്പിടവും എല്ലാം ഉശാരിക്കുഹു ഫീ ജമീഇ ദാലിക, അതിലെല്ലാം എനിക്ക് പങ്കാളിത്തമുണ്ട്. വാർക്കബ് അലാ ഉനുഖിഹി കദ്ദാബ, മൃഗത്തിന്റെ മേലിൽ, ഒട്ടകത്തിന്റെ മേലിൽ, കുതിരയുടെ മേലിൽ ആളുകൾ സഞ്ചരിക്കുന്നത് പോലെ ഞാനവന്റെ പെരടിയിൽ സഞ്ചരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് വേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് സാധാരണ വിഷയമല്ല. ഇതിന്റെ ശകലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാൻ ഇത് ഒന്നുകൂടെ ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ബറക്കത്ത്, അതിന്റെ പവർ നമ്മളെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ബറക്കത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ചെറിയ കൊച്ചുങ്ങൾ വരെ, വീട്ടിലുള്ള ചെറിയ കുട്ടികൾ വരെ അതിന്റെ ഉടമകളായി മാറണം. അല്ലാത്ത പക്ഷം നമ്മുടെ കാര്യം അപകടമാണ്. പിശാചിന്റെ വേലിയേറ്റമുണ്ടാകും, പിശാചിന്റെ സ്വാധീനമുണ്ടാകും. മഹാന്മാര് പറഞ്ഞു നോക്കുക. മഹാനായ സയ്യിദ് മുഹമ്മദ് ഹഖീൻ നാസിരി തങ്ങള് അദ്ദേഹത്തിന്റെ ഖസീനയിൽ പറയുന്നു, ഖദ് ജഅലല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി, നിശ്ചയമായും അല്ലാഹു തആല ഈ സമുദായത്തിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, അംനം മിൻ കുല്ലി ബലാ,
എല്ലാ വിപത്തുകളിൽ നിന്നുമുള്ള സുരക്ഷിതത്വം, വഹിർസം മിൻ കുല്ലി ശൈത്വാനിർ റജീം, ശൈത്താനുർ റജീമിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നുമുള്ള സെക്യൂരിറ്റിയെയും അല്ലാഹു തആല ഈ സമുദായത്തിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വദവാഅം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നുമുള്ള സിദ്ധൌഷധവും ഈ സമൂഹത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. വമിനൽ ഖസ്ബി വൽ ഹറഖ് വൽ മസ്ഖ് വൽ ഖറഖി, അഗ്നിബാധ, ഭൂമി പിടിച്ചു വിഴുങ്ങല്, കോലം മറിക്കല്, വെള്ളത്തിൽ മുങ്ങിപ്പോകല് തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നുള്ള സെക്യൂരിറ്റി വലയം അല്ലാഹു തആല ഈ സമുദായത്തിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ബിബറക്കത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഞാൻ പറഞ്ഞല്ലോ പിശുക്കിക്കൊണ്ട് ചെല്ലാൻ പാടില്ല ബിസ്മി എന്നത്? അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ചെല്ലാൻ വേണ്ടി, അത് പൂർണ്ണമായി ചെല്ലുന്ന ഒരു പരിശീലനം ആദ്യം എന്റെ ശബ്ദം കേൾക്കുന്ന മുതിർന്നവരെ നമുക്ക് വേണം കേട്ടോ. അതുപോലെ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം കേട്ടോ. എന്നാ ബിസ്മില്ലിക്കാള എന്ന് പറഞ്ഞിട്ട് ബിസ്മിയിൽ മാത്രം ഒതുക്കരുത്. ബിസ്മിന്ന് മാത്രം ഒതുക്കേണ്ട ഒരു പ്രയോജനവും ഇല്ലതാനും. ബിസ്മില്ലാഹ് എന്ന് മിനിമം പറയണം. പക്ഷേ ഞാൻ പറയുന്നത് മിനിമമായി ബിസ്മില്ലാഹിൽ ചുരുക്കല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സമ്പൂർണമായി പറയണം. അത് സമ്പൂർണമായി പറയണം. കാരണം ലോകത്തുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ആ ഒരു ആയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മഹാനായ ഇമാം റംലി തങ്ങൾ അദ്ദേഹത്തിന്റെ നിഹായയിൽ പറഞ്ഞതാണ്, വഖദ് വറദ അന്നല്ലാഹു തആല അൻസല മിഅത കിതാബിൻ വഅർബഅത കുതുബിൻ അലാ സബഅത്തിൻ മിനൽ അംബിയാ. 7 പ്രവാചകന്മാരുടെ മേലിൽ അല്ലാഹു തആല 4 ഗ്രന്ഥങ്ങളെയും 104 ഗ്രന്ഥങ്ങളെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വഅന്നഹു ഔദഅ മാ ഫിഹാ ഫി അർബഅത്തിൻ, ആ 104 ഏടുകളുള്ളത് മുഴുവനും 4 ഗ്രന്ഥങ്ങളിലായി, കിതാബുകളിലായി അല്ലാഹു തആല സൂക്ഷിച്ചു, എല്ലാം കൂടെ അതിൽ സംഗ്രഹിച്ചു. അതേതാണ്? ഖുർആന്, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. എന്നിട്ടോ ഈ തൗറാത്ത്, ഇഞ്ചീൽ, സബൂറിലുള്ളത് മുഴുവനും കൂടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. വഔദാ മാ ഫിൽ ഖുർആനി, ഖുർആനിലുള്ളത് മുഴുവനും കൂടെ, ഖുർആനിന്റെ എല്ലാ ആശയവും ഫിൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിൽ ഒരുമിച്ച് കൂട്ടി. വഔദാ മാ ഫിൽ ഫാത്തിഹത്തി, എന്നിട്ട് ഫാത്തിഹ സൂറത്തിലുള്ളത് മുഴുവനും ഫി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒറ്റായത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സഹോദരന്മാരെ. മൂല്യം മനസ്സിലാക്കിയ മഹാരഥന്മാർ അതിനെ വല്ലാതെ ഉപയോഗപ്പെടുത്തിക്കളഞ്ഞു, അല്ലേ? കാന യുറദ്ദിദുഹാ 20 മറ, അല്ലാഹുവിന്റെ ഹബീബ് 20 തവണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ ആവർത്തിക്കാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്ന ചില ഘട്ടങ്ങളിൽ മുത്തുനബി 20 തവണ അത് ആവർത്തിക്കും. അത് അങ്ങനെയാണ്. ചില ആളുകൾക്ക് അലുവ ഒരു കഷ്ണം കൊടുത്താല് പിന്നീട് അയാൾ പറയും തരണ്ടില്ലേനി ഒന്നുകൂടി കൊണ്ടാന്ന് പറയും. സുബ്ഹാനല്ലാഹ്, ഒരു കഷ്ണം കൂടി കൊടുത്താല് എന്താണ് അങ്ങനെ നുണപ്പിക്കണ, ഒരു കഷ്ണം കൂടി കൊണ്ടാന്ന് പറയും. അത് അലുവ നുണയെ സംബന്ധിച്ചിടത്തോളം അലുവയുടെ കഷ്ണം എത്ര കിട്ടിയാലും അവന് മതിവരില്ല. അത് അലുവയെ മഹബത്ത് വെച്ചവന്റെ സ്ഥിതിയാണ്. എന്നാൽ അല്ലാഹുവിനെ മഹബത്ത് വെച്ചു പോയവൻ, അല്ലാഹുവിന്റെ അസ്മാഇനെ മഹബത്ത് വെച്ചു പോയവൻ അല്ലാഹുവുമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൽ എല്ലാം ഉൾപ്പെട്ടുപോയി കേട്ടോ.
ദുനിയാവും നാളെ ആഖിറവും എല്ലാം അതിൽ ഉൾപ്പെട്ടുപോയില്ലേ? അല്ലേ? ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? കുറെ മരങ്ങളുണ്ട്, അല്ലേ? കുറെ കായ്ക്കനികളുണ്ട്, അങ്ങാടിയിലോട്ട് പോയാൽ, ടൗണുകളിലേക്ക് പോയാൽ അപ്പോഴൊക്കെയാണ് നമ്മൾ ദുന്യാവിനെ കാണുന്നത്. കാരണം നിങ്ങൾ ധാന്യങ്ങളുണ്ടോ ലതകളാൽ മുഖ്യത്തല്ലേ? ആ സസ്യലനാദികൾ മുളക്കണമെങ്കിലും ആകാശത്തിൽ നിന്ന് മഴ ഇറങ്ങണ്ടേ? ആ ഇറങ്ങുന്ന മഴയേതാണ്? വാർസൽനാ ഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി. ആ മഴ അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഹുവല്ലദീ, ആ മുതലാളിയാകുന്ന അല്ലാഹ് ആരാണെന്നറിയുമോ? അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി. അവന്റെ റഹ്മത്തിന്റെ മുന്നിലായി സുവിശേഷ വാർത്തയായി, അവന്റെ റഹ്മത്തിന്റെ മുന്നിൽ സുവിശേഷ വാർത്തയായി കാറ്റിനെ അയച്ചവനാണവൻ. കാരുണ്യത്തിന്റെ മുന്നിൽ സുവിശേഷ വാർത്തയുമായി, ഹാപ്പി ന്യൂസുമായി കാറ്റിനെ അയച്ചവനാണവൻ. അപ്പൊ റഹ്മത്തിന്റെ മുമ്പിലുള്ള സുവിശേഷ വാർത്ത കാറ്റ്. അപ്പൊ റഹ്മത്ത് ഏതാ? മഴ. ആ മഴ കൊണ്ടോ സസ്യങ്ങൾ മുളച്ചു. സസ്യങ്ങൾ മുളച്ചപ്പോഴോ ആപ്പിൾ ഉണ്ടായി, അപ്പോഴോ ഓറഞ്ച് ഉണ്ടായി, അപ്പോഴോ മാങ്ങയുണ്ടായി, അപ്പോഴോ പംസ് ഉണ്ടായി, അപ്പോഴോ മുന്തിരി ഉണ്ടായി, അല്ലേ? ഇനി എന്താ ഉള്ളത്? ഫ്രൂട്ട്സ്. റമദാൻ മാസം എണ്ണിയാൽ വെള്ളയ്ക്ക് പോവോ? സുബ്ഹാനല്ലാഹ്. അപ്പോഴോ ധാന്യങ്ങളുണ്ടായി, അരിയുണ്ടായി, ഗോതമ്പുണ്ടായി, മൈദയുണ്ടായി, അല്ലേ? അപ്പോഴോ പൊറാട്ടയുണ്ടായി, പത്തിരി ഉണ്ടായി, ചപ്പാത്തി ഉണ്ടായി, പൂരി ഉണ്ടായി, അപ്പോഴോ സമൂസ ഉണ്ടായി, പഴംപൊരി ഉണ്ടായി. പിന്നെ ഇനിയെന്താ വേണ്ടിയത്? റമദാൻ മാസം സ്പെഷ്യലായിട്ടൊന്നുമില്ലേ? ഉണ്ടാവുമല്ലോ. അങ്ങനെയെല്ലാം സുബ്ഹാനല്ലാഹ്. ബിരിയാണി ഉണ്ടായി, നെയ്ച്ചോറുണ്ടായി, അല്ലേ? ഈ ഭൂമി മുഴുക്കയും ആ ഒരൊറ്റ മഴയെ കണ്ടുകൊണ്ടാണ്. നോക്ക് നിങ്ങൾ, എവിടെ ഒരു കല്യാണം നടക്കുമ്പോഴും മഴയെ മറക്കാൻ കഴിയുമോ? നമ്മുടെ സാക്ഷാൽ അംബാനി സുഹൃത്തടക്കമുള്ള മുതലാളിമാരുണ്ട് ലോകത്ത്. അവർക്ക് കെങ്കേമമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവരുടെ സദ്യകളൊന്നും വിജയിക്കുകയില്ല. ആ സദ്യകൾ ഉണ്ടാക്കുന്ന മുതലാളിമാരി എല്ലാം മഴയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ മഴയാണെങ്കിലോ, ഞാൻ ഒരൊറ്റ എക്സാമ്പിളാ പറയുന്നത്, ഈ മഴയാണെങ്കിലോ അള്ളാഹു പറയുന്നു അത് അള്ളാഹുവിന്റെ റഹ്മത്താകുന്നു. ഇനി നിങ്ങൾ നോക്കി, ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളൊക്കെ നെട്ടിപ്പോകുന്ന ആൾക്കാരാണല്ലോ. ബഹുമാനപ്പെട്ട സർ ഐസക് ന്യൂട്ടൻ, അല്ലേ? അല്ലാഹ് വല്ലാത്ത മനുഷ്യനാണ്, നമ്മളാരും കുറ്റം പറയുന്നില്ല. അവരൊക്കെ നമ്മളായിട്ട് ഞങ്ങളിയാക്കള്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഇണകള്, ഞങ്ങളുടെ ശിഷ്യന്മാര്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളെ സഹായിച്ചവരാരെയും നീ മരിപ്പിക്കല്ല അല്ലാഹ്. ഈ ദുനിയാവിന്റെ എത്ര പച്ചപ്പും എത്ര മഞ്ഞളിപ്പും കണ്ടാലും, ഈ ദുനിയാവിന്റെ മാസ്മരികത എത്ര കണ്ടാലും, നിന്നെ ഞങ്ങളുടെ മനസ്സിൽ ശക്തമായി ഊട്ടിയുറപ്പിക്കാനുള്ള വലിയ സൗഭാഗ്യം നീ തന്നെ നിന്റെ ഫള് കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടല്ലാ. അല്ലാഹുവേ, അല്ലാഹ്, 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 അല്ലാഹ്. ഖുലില്ലാഹ് ثم ذرهم في
സുബ്ഹാനല്ലാഹ്. ഈ ഐസക് ന്യൂട്ടൺ അടക്കമുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി കണ്ടുപിടിച്ചവരടക്കമുള്ള വാനലോകത്തോടുകൂടെ പറക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങൾ കണ്ടുപിടിച്ചവരടക്കമുള്ള പടക്കോപ്പുകള് ബിംബങ്ങൾ എല്ലാം കണ്ടുപിടിച്ച എല്ലാ വലിയ ശക്തികളും അവകാശപ്പെടുന്ന മനുഷ്യമക്കളെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ? മാതാപിതാക്കൾക്ക് ജന്മം കൊണ്ട മക്കളെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താണ്? കാഫായ ഐൻ സ്വാദ്. ഓ അക്ഷരങ്ങളെ കൊണ്ട് കളിക്കുന്ന വിദ്വാൻമാരെ, കാഫ് ഐൻ സ്വാദ് പോലുള്ള അക്ഷരങ്ങളെ കൊണ്ട് സാക്ഷരതയുടെ പേരിൽ അഹങ്കരിക്കുന്ന പേരിൽ എല്ലാം കയ്യിലൊതുക്കി എന്ന് അഹങ്കരിക്കുന്ന വിദ്വാൻമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, നിങ്ങളുടെ റബ്ബിന്റെ കാരുണ്യം, സക്കരിയ നബിക്ക് കിട്ടിയ കാരുണ്യം ഓർക്കൂ. എന്താണ് സക്കരിയ നബിക്ക് കിട്ടിയ കാരുണ്യം? അവിടത്തെ പ്രായാധിക്യ സമയത്ത് കുട്ടിയെ കൊടുത്തു, യഹ്യാ നബിയെ കൊടുത്തു. അപ്പോൾ സന്താനം കാരുണ്യമാണ്, മനുഷ്യർ കാരുണ്യമാണ്, ജന്തുജാലങ്ങൾ കാരുണ്യമാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണെങ്കിൽ ഈ ദുനിയാവ് മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ? ഈ ദുനിയാവ് മുഴുവനും ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ലേ? അർ-റഹ്മാൻ. അതിന്റെ ഉള്ളിൽ പെടാത്ത എന്താണുള്ളത്? വിശുദ്ധ ഖുർആനിന്റെ എല്ലാ ആയത്തുകളിലും എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ ഭൗതികമായ ശക്തി ഇവിടെ അള്ളാഹു കാണിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നുണ്ട്. അതെല്ലാം അള്ളാഹുവിന്റെ റഹ്മാനിയത്തിന്റെ ഉള്ളിൽ പെട്ടു. എല്ലാം അള്ളാഹുവിന്റെ റഹ്മാനിയത്തിന്റെ ഉള്ളിൽ പെട്ടില്ലേ? പെട്ടു. അപ്പോ ഖുർആനൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ പെടുന്നുണ്ടോ ഇല്ലെന്നുള്ളൊരു ചെറിയ ഒരു രൂപം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എല്ലാം പെടുന്നു. ആഖിറത്തിന്റെ കാര്യമെടുക്ക്. ആഖിറത്തിന്റെ കാര്യമെടുത്താൽ ആഖിറത്തിൽ ശിക്ഷയും രക്ഷയാണുള്ളത്. അത് അല്ലാഹുവിന്റെ പറയലോടുകൂടെ നമ്മുടെ ക്രിസ്ത്യാനിൽ അത് ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂന്നും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശിക്ഷാണെന്ന് അതിന് കിട്ടിയില്ലേ? അപ്പൊ ആഖിറത്തിലുള്ള രക്ഷയും ശിക്ഷയും രണ്ടും ഇന്ന് കിട്ടി. അപ്പൊ നരകവും സ്വർഗവും കിട്ടി. നരകം സ്വർഗം റഹീം എന്നുള്ളതിൽ വന്നു. ദുനിയാവിലുള്ള മുഴുവൻ റഹ്മാൻ എന്നുള്ളതിൽ വന്നു. അള്ളാഹുവിന്റെ എല്ലാ കഹിരിയത്തും എല്ലാ ജമാലുകൾ മുഴുവനും അല്ലാഹ് എന്ന ഇസ്മിലും വന്നു. എല്ലാം പെട്ടോ? നിങ്ങൾ ചിന്തിക്കുക. എല്ലാം പെട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒറ്റായത്തിൽ പെടാത്തതൊന്നുമില്ല. കാന യുറദ്ദിദുഹാ 20 മറ. അല്ലാഹുവിന്റെ ഹബീബ് 20 തവണ ആവർത്തിക്കാറുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങ് അവതരിപ്പിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുത്തപ്പോൾ പർവ്വതങ്ങൾ മുഴുവനും ഇളകാൻ തുടങ്ങി, പർവ്വതങ്ങൾ ഒച്ചവെക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അവിടെയുള്ള ശത്രുക്കൾ പറയാൻ തുടങ്ങി, മുഹമ്മദ് അതാ പർവ്വതത്തിനും സിഹ്ർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ശരിയായ വിശ്വാസത്തോടുകൂടെ ആ ആയത്തൊരാൾ ഓതിയാൽ, ശരിയായ വിശ്വാസത്തോടുകൂടെ ഓതിയാൽ പർവ്വതങ്ങളെല്ലാം അവനോടുകൂടെ അവന്റെ ഓത്തിന് ആശീർവാദം നൽകിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. പക്ഷെ അത് കേൾക്കാനുള്ള കഴിവ് മനുഷ്യന്മാരുടെ ചെവിക്കില്ലടോ. നമ്മുടെ ചെവിക്ക് ദുന്യാവ് കേൾക്കാനേ സൗകര്യമുള്ളടോ. അങ്ങനെ ആ രൂപത്തിലേക്ക് ഞാനും നമ്മുടെ ചെവിയെ അതപടിപ്പിച്ചു എന്ന് പറയാം. അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു കുറവുണ്ടായിട്ടില്ല. ഇവിടെ ദൂരദിക്കുകളിലുള്ള പട്ടാള സൈന്യത്തിന്റെ കഥകൾ കണ്ടവരും നിർദ്ദേശം കൊടുത്തപ്പോൾ ദൂരദിക്കിൽ നിന്ന് കേട്ടവരുമില്ലേ? മഹാനായ സന്നൂർ റളിയല്ലാഹു അൻഹുവിന്
മൂത്രം ബന്ധായപ്പോൾ ഉദ്ഉ ലിസന്നൂനിൽ കദ്ദാബ് എന്ന് പറഞ്ഞപ്പോൾ ദൂരദിക്കുകളിൽ കിടക്കുന്ന വിവിധ രാജ്യങ്ങളിൽ കിടക്കുന്ന ശിഷ്യന്മാർ അത് കേട്ടില്ലേ? അത് കേൾക്കുന്ന കാതുകളുണ്ട്. ദൂരപരിധിയില്ലാതെ കേൾക്കുന്ന കാതുകളുണ്ട്, ദൂരപരിധിയില്ലാതെ കാണുന്ന കണ്ണുകളുണ്ട്. അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ച കാതുകളിലും കണ്ണുകളിലുമുണ്ട്. പക്ഷേ നമ്മൾ കഴിവുകെട്ടവരായിപ്പോയി എന്ന് മാത്രം. നമ്മൾ കഴിവുകെട്ടവരായിപ്പോയി. ثم رددناه أسفل سافلين. ഒരു ഉറുമ്പിന്റെ കഴിവ് പോലും ഇല്ലാത്ത അധപതനം വന്നുപോയി. അത് വരുത്തിയതാരാ? ഒരു ഉറുമ്പിന്റെ കഴിവ് അല്ലേ? നമ്മളെ ബാക്കിൽ ഒരു പലഹാരം നമ്മൾ കാണാതെ കൊണ്ടുപോയിച്ചാൽ നമ്മളറിയില്ല. എന്നാൽ എത്രയോ അപ്പുറത്ത്, മതിലിന്റെ അപ്പുറത്തുള്ള ഉറുമ്പ് കണ്ടടോ. നിന്റെ ബാക്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ലഡു. നീ കണ്ടിട്ടില്ല. നിന്റെ എത്രയോ അപ്പുറത്ത്, മതിലിന്റെ അപ്പുറത്തുള്ള ഉറുമ്പുണ്ടല്ലോ, നീ കണ്ടാലൊക്കെ ചവിട്ട് കൊടുത്താൽ ഭസ്മായി പോകുന്ന ഉറുമ്പ്. നിന്റെ കണ്ണിൽ ഒന്നുമല്ലല്ലോ ആ സാധനം. ആ ഉറുമ്പത് കണ്ടു, അല്ലെങ്കിൽ അത് അറിഞ്ഞു. ഉറുമ്പ് അത് തിന്നാൻ തുടങ്ങി. അത് പട്ടാളെത്തി. ആ അയൽപ്പെട്ട ഒരു ഉറുമ്പ് മാർഗതടസ്സം സൃഷ്ടിച്ചപ്പോൾ എന്റെ കാലിനൊരു കടി തന്നപ്പോൾ ആജി വീരറിയണത്. ബാക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴാണ് ലഡു കാണുന്നത്. അതേസമയത്ത് ഉറുമ്പ് എത്ര അപ്പുറത്തുനിന്ന് കണ്ടു. എന്താ കാരണം? നീ അസ്ഫല സാഫിനീൻ പെട്ടുപോയി. ആ ഉറുമ്പ് അങ്ങനെയല്ല. ഉറുമ്പിനുള്ള കഴിവ് പോലും നമുക്കില്ലാതെ പോയി. മണ്ണിന്റെ അടിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറമെ നിന്ന് കന്നുകാലികൾ കാണുമ്പോൾ അത് കാണാനുള്ള കാഴ്ച നമുക്കില്ലാതെ പോയി. എന്നാൽ മഹാന്മാരായ ആരിഫ്യങ്ങൾക്ക് ആ കാഴ്ചകൾ ഉണ്ട്. എന്താ കാരണം? അവർ അസ്ഫല സാഫിരീൻ അല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മീയമായ പുരോഗതി അല്ലാഹു തരട്ടെ. നമുക്ക് അതിനുവേണ്ടി ദ്വാരക്കാം. ഒരു മാറ്റി നശിച്ച ദുനിയാവ് തലയിൽ കയറ്റിയാൽ ഇതൊന്നും അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ പവിത്രമായ ഒരു രാവിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഞാൻ ബോധപൂർവം അങ്ങനെ ഒരു വിഷയത്തിലേക്ക് വീണ്ടും വരാനുള്ള കാരണം. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അത് വല്ലാത്ത അത്ഭുതമുള്ള ആയത്താണ്. ഈ ആയത്ത് കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന സ്വഭാവം മുൻപ് കഴിഞ്ഞുപോയ മഹത്തുക്കൾക്ക് മുഴുവനുമുണ്ട്. കാരണം അതിൽ അല്ലാഹുവിന്റെ റഹ്മാനിയത്തും റഹീമിയത്തും അല്ലാഹ് എന്നുള്ള മഹോന്നതമായ ജലാലത്തിന്റെ ഇസ്മും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മഹോന്നതമായ ആയത്താണ്. നമുക്ക് കേട്ടാല് ഖുർആൻ 4 ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം കൂടി ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള മുഴുവൻ ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹയിലുള്ള മുഴുവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ആകപ്പാടുള്ളത്? ഒരു ബിസ്മി എന്നുണ്ട് ഒഴിവാക്കിയ അത് പേര് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ഒഴിവാക്കിയ പിന്നെ അള്ളാഹ് റഹ്മാൻ റഹീം 3 ഇസ്മല്ലേ ഉള്ളൂ. അള്ളാഹിന്റെ ഖുർആനിൽ തന്നെ എത്ര ഇസ്മുകളെ പറഞ്ഞിട്ടുണ്ട്? പിന്നെ ഈ അള്ളാഹ് റഹ്മാൻ റഹീം എന്ന് പറയുന്നതിൽ എല്ലാം കൂടി ഉൾപ്പെടുന്നത് എങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ആരിഫ്യങ്ങൾക്ക് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ മുത്തുനബി കണ്ടില്ലേ നിങ്ങള്? കാന യുറദ്ദിദുഹാ 20 മറ, 20 തവണ അത് ആവർത്തിക്കുമാറുണ്ടായിരുന്നു. അർത്ഥവ്യാപ്തി ഉണ്ടതിന്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അർത്ഥവ്യാപ്തിയുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ചാലുള്ള മറുപടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെയാണ്. അതിൽ വലിയ ഒരുപാട് സൂചനകളും അതിൽ ഒതുങ്ങിയിരിപ്പുണ്ട്. ഈ ലോകത്ത് കാരുണ്യത്തിന്റെ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതിന് ഏറ്റവും വലിയ സൂചന ആ വിശുദ്ധ ആയത്തിൽ ഉണ്ട് താനും. കാരുണ്യത്തിന്റെ വിപ്ലവം. അങ്ങനെയാണല്ലോ. ഒരാള് ഒരു വീട് ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ ഉദ്ഘാടന സമയം തന്നെ ആ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിലേക്ക് ശുഭലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കുക, അല്ലേ? ഒരു സിനിമാ നടനാണ് ഒരു ഫോട്ടോ ഉണ്ടാക്കണമെങ്കിൽ മൂപ്പര് സിനിമന്റെ ഫോട്ടോ എന്തെങ്കിലും അവിടെ വെച്ചിട്ട് ഇനി മേലിൽ ഇത് ശൈത്താന്മാരുടെ സങ്കേതമാകണമെന്ന് വിചാരിച്ചിട്ട് മൂപ്പരുണ്ടാക്കുക. അതേ സമയത്ത് ഒരു നല്ലൊരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു സ്വാലിയായ മനുഷ്യനൊക്കെ ആണെങ്കിൽ ഒരു ഖുർആൻ അവിടെ ആരെങ്കിലും ഓതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ കൂടിയിട്ട് പങ്കെടുത്തുകൊണ്ട് നല്ലൊരു ചടങ്ങാക്കി നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വീട് ഇനി മേലിൽ ഇങ്ങനെ ആകണം, അതിന്റെ ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്, അല്ലേ? ഇതിന്റെ രൂപങ്ങളൊക്കെ അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് മറച്ചാൽ ആ വിശുദ്ധ ഖുർആനിൽ പലതുമുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ ചുട്ടിക്കരിക്കുന്ന രംഗങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യനെ പിഴുങ്ങുന്നവരെല്ലാം
അൻ അദ്ബറ വതവല്ലാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെയ്യരുത് കേട്ടാലും ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല, ചുടണ്ട. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. ഞണ്ടിനെ തിന്നാൻ പറ്റുമോ എന്നുള്ള മസലൊക്കെ നിങ്ങൾ ഉസ്താമാരോട് ചോദിച്ച് പഠിച്ചോളി. ഞാനിപ്പം അങ്ങോട്ട് കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സമയത്ത്, തൗഫീഖ് ഉണ്ടെങ്കിൽ പിന്നീട് സമയത്ത് പറയാം. അതിനൊക്കെ ഉസ്താമാർ ഇഷ്ടംപോലെ ഇവിടെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല മുബാറക്കായ നല്ല ആലിമീങ്ങൾ ഇതിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് അറിയും. വലിയ സന്തോഷമാണ്. അല്ലാഹു തആല ദീനും ഇൽമും ശരിക്കും പ്രചരിക്കുമാറാകട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? അതുപോലെ തലയോട്ടിയെ തെറിപ്പിച്ചു കളന്ന തീയിന്റെ കഥ, ചുട്ട് പൊള്ളുന്ന നരകവെള്ളത്തിന്റെ കഥ, ആ നരകത്തിലുള്ള ലായനികളുടെ കഥ, അവിടെയുള്ള മലയിടുക്കുകളുടെ കഥ, അവിടെയുള്ള ശിക്ഷകളുടെ, ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ശിക്ഷകളുടെ ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്ന ചരിത്രങ്ങളെല്ലാം, സംഭവങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഭയവിഹ്വലമായ ഏതൊരു മനുഷ്യനും ഞെട്ടിപ്പോകുന്ന ആധുനിക സുനാമികളെയെല്ലാം വെല്ലുന്ന തരത്തിലുള്ള കടുത്ത ശിക്ഷകൾ അല്ലാഹു കൊടുത്ത കഥകൾ പറയുന്നുണ്ട് അല്ലേ? എല്ലാം പറയുന്ന ആ വിശുദ്ധ ഖുർആന് പക്ഷേ മറയ്ക്കുന്ന സമയത്ത് ആദ്യമായി കാണുന്നത് അല്ലേ ആ ഖുർആൻ ഇതൊക്കെ പറയുന്ന ഗ്രന്ഥമാണെങ്കിലും അല്ലാഹു തആല സത്യത്തിൽ അല്ലാഹുവിന്റെ റോള് ഇതല്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ സുനാമി ഇറക്കലോ ഭൂകമ്പം ഇറക്കലോ അല്ലെങ്കിൽ തലയോട്ടി തെറിപ്പിക്കലോ അല്ലേ ചുട്ടി പിടുങ്ങലോ ഇതൊന്നുമല്ല അല്ലാഹുവിന്റെ റോള്. അതല്ല അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ആഗ്രഹവും അല്ലാഹു തആലാക്ക് കാരുണ്യം വിതരണം ചെയ്യലാണ്. ഇന്ന റഹ്മത്തീ സബഖത്ത് വലബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്ന സിദ്ധാന്തമാണ് അല്ലാഹു പ്രഖ്യാപിച്ചത്. ഇതാണ് അല്ലാഹു തആലയുടെ താൽപര്യം, അതാണ്. പക്ഷേ അല്ലാഹു തആല ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടിയാണ് ശിക്ഷ കൊടുക്കുന്നത്. അത് ഇസ്സത്ത് മാത്രമല്ല, അല്ലാഹു തആലയുടെ അതിരിന്റെ ഭാഗവും കൂടിയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് രഹസ്യം പൂർണ്ണമാകണമെങ്കിൽ നരകവും കൂടെ വേണം. അല്ലാത്ത പക്ഷം ഇവിടെ ആരും അല്ലാഹുവിന്റെ അബദായി ജീവിക്കുകയില്ല. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിന്റെ സ്ഥിതി. ആ ശരീരത്തിന് ഭീഷണി വേണം. ഭീഷണിക്ക് പറ്റിയത് വെറും ഒരു കളവിന്റെ ശൈലിയിലുള്ള ഒരു നരകമാക്കാൻ പാടില്ല. ഒരു വിഭാവന നരകമല്ല, സാക്ഷാൽ യാഥാർത്ഥ്യ നരകമാകണം. യാഥാർത്ഥ്യ നരകമാകണമെങ്കിൽ മനുഷ്യനെ നരകത്തിലിട്ട് ശിക്ഷിക്കണം. അതിനുവേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു നരകത്തിന്റെ പേര് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാകാൻ പാടില്ലല്ലോ. അല്ലാഹു തആല കെദിവിനെ തൊട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണല്ലോ. അതുകൊണ്ട് യാഥാർത്ഥ്യമായ നരകം തന്നെ അല്ലാഹു വെച്ചു. ഇതല്ലാതെ അല്ലാഹു തആലക്ക് നരകം ഉണ്ടാക്കണം, നരകം വേണം, അത് അല്ലാഹു തആലക്ക് അല്ലാഹുവിന്റെ റിളയുടെ ഭാഗമായുള്ള ഒരു സംഗതിയല്ല. അല്ലാഹുവിന്റെ താല്പര്യം അല്ലാഹു തആല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെടുത്തലാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, എവിടെയെല്ലാം ചാൻസ് ഉണ്ടോ അവിടെയെല്ലാം അല്ലാഹു വെച്ചു കൊടുത്തിരിക്കുകയാണ്. പാപക്കറകളിൽ നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുഴുവൻ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്ക് നിങ്ങൾ, അതിങ്ങനെ വായിക്കുന്ന മറക്കുന്ന ഒരാൾക്ക് എത്ര മനോഹരമാണ് അല്ലേ? അപ്പോ ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലേ, അല്ലാഹ് എന്ന് പറഞ്ഞ് റഹ്മാനിലേക്ക് കണ്ട് കടന്നാൽ പിന്നെ മനുഷ്യൻ ആഖിറൊക്കെ മറന്നുപോകും. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം അത്ര അളന്നുപോയി. അറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയാണെന്ന് അതിൽ നിന്ന് മനസ്സിലായിപ്പോയി. ആ മനസ്സിലാക്കലോടുകൂടെ ഇവൻ അള്ളാഹുവിന്റെ വിഷയത്തിൽ വഞ്ചിതനാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ അല്ലാഹ് കരീം എന്ന് പറഞ്ഞു നടക്കണ്. അതുപോലെ റഹ്മാനിയത്ത് മൂത്തുപോയാൽ അവിടെ ആളുകൾ ചതിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യന് അമിതമായ പ്രതീക്ഷ വന്നാൽ, ഇപ്പുറത്ത് ലവലേശവും ആശങ്ക വന്നില്ലെങ്കിൽ, പേടിയുടെ ശകലം പോലും വന്നില്ലെങ്കിൽ അവന്റെ കാര്യം അപകടമായി പോകും. അത് മനസ്സിലാക്കിയപ്പോൾ റഹ്മാനെ കൊണ്ട് മതിയാക്കാൻ വയ്യ. അതിന്റെ പേരിൽ മാത്രം അതാ അല്ലാഹു തആല പറയുന്നു, റഹ്മാനിയത്തിൽ ആരും വഞ്ചിതരായി പോകണ്ട. അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ് എന്നത് ശരിയാണ്. പക്ഷേ അള്ളാഹു ചോദിക്കാതെ കൊടുക്കുന്ന റഹ്മത്താണത്
ഏവർക്കും കൊടുക്കുന്ന റഹ്മത്താണത്. ഡിമാൻഡില്ലാതെ കൊടുക്കുന്ന റഹ്മത്താണത്. എന്നാൽ ഡിമാൻഡോടുകൂടെ കൊടുക്കുന്നൊരു റഹ്മത്തും കൂടെ അല്ലാഹുവിനുണ്ട് കേട്ടോ. അതുകൊണ്ട് അല്പം ജാഗ്രതയോടുകൂടെ ജീവിക്കണേ. അഥവാ റഹീം, ഇനി ഒരു ലോകം വരാറുണ്ട്. ഇനി ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് അല്ലാഹു തആലയുടെ കരുണ കിട്ടണമോ? അഥവാ ഇവിടെ നിന്ന് നിനക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടുന്നുവല്ലേ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. നിനക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നുവല്ലേ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. നിനക്ക് ശ്വാസം മുട്ടുമ്പോൾ വായു കിട്ടുന്നുവല്ലേ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. നിനക്ക് ഉറങ്ങാൻ ക്ഷീണമുണ്ടാകുമ്പോൾ ഉറക്കു വരുന്നുവല്ലേ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. മരുന്ന് കഴിക്കുമ്പോൾ രോഗം മാറുന്നുവല്ലേ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. എന്നാൽ പൊന്നുമോനെ, നീ ഒന്ന് ചിന്തിക്ക്. ഒരു മാസമായി നിനക്ക് ദാഹിക്കാൻ തുടങ്ങിയിട്ട് വെള്ളം കിട്ടിയില്ല. ഉസ്താദ്, ഒരു മാസോ ഒരു ദിവസം പോലും കഴിയൂലട്ടോ. എന്നാലും വേണ്ടിയില്ല, ഒരു മാസം എടുക്കുക. ഒരു മാസമായി ദാഹിക്കുന്നുണ്ട്, പക്ഷേ വെള്ളം കിട്ടിയില്ല. ഒരു മാസമായി പട്ടിണി കിടക്കുകയാണ്, പക്ഷേ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരു മാസമായി നിന്റെ ശരീരം അതാ പരിക്ക് പറ്റി പുഴുക്കൾ വന്നിരിക്കുന്നു, പരിക്ക് മാറുന്നില്ല, വേദന കൊണ്ട് പുളയുകയാണ്. ഒരു മാസക്കാലമായി നിന്റെ ശരീരത്തിൽ മൂത്രം ബന്ധായി നിൽക്കുകയാണ്. നീ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മൂത്രം പോകുന്നില്ല. ഒരു മാസമായി ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരിക്കുന്നുമില്ല, എന്നാൽ ശ്വാസം കിട്ടുന്നുമില്ല. ഒരു മാസമായി നീ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ചിന്ത നിന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും കഴിയുമോ സുഹൃത്തേ? ഇല്ലെങ്കിൽ ഒരു മാസക്കാലത്തേക്ക് മാത്രം അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് ഡിസ്കണക്ട് ആയി പോയാൽ നിനക്ക് സഹിക്കാൻ കഴിയൂലെങ്കിലോ, അത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയൂലെങ്കിലോ, എന്റെ പൊന്നു സഹോദരാ, അനന്തമായ കാലത്തേക്ക് നിനക്ക് ദാഹജലമില്ല, നിനക്ക് വിശപ്പകറ്റാനുള്ള ഭക്ഷണമില്ല, വേദനയകറ്റാനുള്ള ചികിത്സകളില്ല. പകരം ഇതിനെല്ലാം പുറത്ത് നിന്റെയതാ കഠിന ചൂടിലിട്ടുകാർ അനിമയങ്ങളെ അല്ലാഹു തആല പറഞ്ഞു, എന്ന റഹ്മത്തി വസിഅത്ത് കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം എല്ലാ വസ്തുവിനും വിശാലമാണ്. ഇബ്ലീസ് പോലും അതെടുത്തുകൊണ്ട് ആയുധമാക്കിയിട്ടില്ലേ? ഇബ്ലീസ് പോലും മുമ്പ് മഹാന്മാരോട് പറഞ്ഞതെന്താണ്? എടാ ഇബ്ലീസേ, നിനക്ക് എന്ത് സമാധാനം ാണോ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് സമാധാനിക്കാൻ ഒരു വസ്തുതയുണ്ട്, അതെന്താണ്? റഹ്മത്തി
വസിഅത്ത് കുല്ല ശൈഇൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? എന്റെ കാരുണ്യം എല്ലാ വസ്തുവിനും വിശാലമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ആ വസ്തു എന്ന് പറഞ്ഞതിൽ ഞാനും പെടില്ലേ? ഞാനൊരു ശൈഅല്ലേ? ഞാനൊരു ശൈഅല്ലേ? ആ ശൈഅ എന്നതിൽ ഞാൻ പെട്ടുവെങ്കിൽ എനിക്കും അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാണെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് മറുപടി പറഞ്ഞപ്പോൾ വിവരമുള്ള ആലിമായതുകൊണ്ട് ഇബ്ലീസിനോട് തിരിച്ചു പറഞ്ഞു, പക്ഷല്ല മറ്റൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഹ്സാൻ വേണം എന്നാ പ്രതീക്ഷിച്ചാൽ മതി എന്നവിടെ വേറെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്ലീസിനോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ഞാൻ നടക്കുന്നില്ല. ഇബ്ലീസ് ആള് കുഴപ്പക്കാരനാണെങ്കിലും ഒരു ആലിമായിരുന്നല്ലോ. ആലിമെന്ന് പറഞ്ഞാൽ ആരിഫായ ആലിമല്ല, പിന്നെ കള്ള ആലിമ്. അല്ലാഹു തആല അവന്റെ ആലിമിന്റെ പത്ത് നമുക്കാർക്കും തരാതിരിക്കുമാറാണ്. അല്ലാഹു പൊരുത്തപ്പെട്ട അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ ആലിമീങ്ങളെല്ലാം നമ്മൾ പെടുത്തി പെരുമാറാട്ടെ. അപ്പോൾ അള്ളാഹുവിന്റെ ആ അറ്റമില്ലാത്ത കാരുണ്യം, പിന്നെ എവിടെയാണ് കാരുണ്യത്തിന് ബ്ലോക്ക് വന്നത്, സ്റ്റേ വന്നത് എവിടെയാണ്? നോക്കൂ, ആകാശത്തേക്ക് സൂര്യനെ കാണുന്നില്ലേ? ഉണ്ട്. സൂര്യന്റെ പ്രകാശത്തിന് വിശാലതയില്ലേ? ഉണ്ട്. വിസ്തൃതിയില്ലേ? ഉണ്ട്. അതിന് വല്ല മതിൽക്കെട്ടുകളുമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ അടച്ചിട്ട റൂമിൽ എന്തേ സൂര്യ വെളിച്ചം കിട്ടാത്തത്? അത് സൂര്യന്റെ കുഴപ്പമാണോ? അല്ല. സൂര്യന്റെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങളില്ല, സൂര്യന്റെ ഭാഗത്ത് നിന്ന് മതിൽക്കെട്ടുകളില്ല. എടോ, നീ നിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് സൂര്യന്റെ പ്രകാശം തട്ടരുത് എന്ന് കരുതിയിട്ട് ചുമര് കെട്ടിയിട്ടല്ലേ നീ ആ റൂമുണ്ടാക്കിയത്? അപ്പോൾ നിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് സൂര്യന്റെ പ്രകാശത്തിനെ ബ്ലോക്ക് ചെയ്തവൻ നീ തന്നെയാണ്, സൂര്യനല്ല. ഇപ്രകാരം അല്ലാഹു തആലയുടെ കാരുണ്യം വിശാലമാണ്. അതിന് ബ്ലോക്കുകളില്ല, മതിലുകളില്ല. പക്ഷേ ആ മതില് കെട്ടിയത് നീ തന്നെയാണ്. നീ നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളും അബദ്ധങ്ങളും ചെയ്തു. അല്ലാഹു നൽകിയതാണ് നിന്റെ ക്രെഡിറ്റുകൾ മുഴുവനും. പക്ഷേ ഡെബിറ്റായി നീ പലതും ചെയ്തുപോയി. അല്ലാഹു തആല ഗോമണിപ്പടിയിലൂടെ കയറ്റാനാണ് നിന്നെ ശ്രമിച്ചത്. പക്ഷേ നീ പാമ്പിന്റെ തലക്ക് മുകളിലൂടെ താഴെ ഇറങ്ങാൻ ശ്രമിച്ചുപോയി എന്ന് മാത്രം. നീ പാമ്പിന്റെ വായയിൽ അകപ്പെടാൻ പാടില്ലായിരുന്നു. ഗോവണിപ്പടിയിലൂടെ കയറേണ്ടിയിരുന്നു. അതിനാണ് അല്ലാഹു തആല നിനക്ക് സെറ്റപ്പ് ചെയ്തു തന്നത്. അല്ലാഹു തആലയുടെ കാരുണ്യം അവന്റെ വലവിനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ്? എപ്പോഴും അല്ലാഹുവിന്റെ കോപത്തിനും കാരുണ്യത്തിനും സാഹചര്യങ്ങൾ ഈ ദുനിയാവിലുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങള് അല്ലാഹു തആല മനുഷ്യനിൽ സെറ്റപ്പ് ചെയ്തു കൊടുത്തു. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ചില അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്റെ ശരീരത്തിൽ രണ്ട് ബോധവും അല്ലാഹു കൊടുത്തു. ദുർബോധനവും കൊടുത്തു, നല്ല ബോധവും കൊടുത്തു. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. പക്ഷേ മനുഷ്യന് ദുർബോധനവും സുബോധനവും നല്ല ബോധനവും നൽകിയിട്ടുണ്ടെങ്കിലും ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഇനി മനുഷ്യനൊരു റോള് വരാറുണ്ട്. അതേതാണ് റോള്? മനുഷ്യൻ ആ ശരീരത്തിനെ കൾച്ചർ ചെയ്ത് സംരക്ഷിക്കണം, അഥവാ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നാൽ അവന് പ്രൈസുണ്ട്. അതേ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആ ശരീരത്തെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ ശരീരത്തെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. നോക്കൂ, ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു സ്വാരിയായ മനുഷ്യരതാ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റു, അതേ ദിക്റ് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു, ജമാഅത്തിന് കൂടുന്നു, പള്ളിയിലിരിക്കുന്നു.
അതേ സമയത്ത് മറുവശം നോക്കൂ, പീടികയിൽ തെരുവില് ഇരുന്നുകൊണ്ടവാ സിഗരറ്റ് വലിക്കുന്നു ഒരു പയ്യന്. അതേ, മറ്റുള്ളവരുടെ പച്ചമാംസം കൊത്തിവരിക്കുന്നു. അവന് റമളാന് കണ്ടിട്ടില്ല, റമളാനിന്റെ മുഹൂർത്തങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്താണ് വ്യത്യാസം? രണ്ടു കൂട്ടർക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ റോള് ഒന്ന് തന്നെയാണ്. രണ്ടു കൂട്ടർക്കും അള്ളാഹു തആല ശരീരം കൊടുത്തു, രണ്ട് ബോധം കൊടുത്തു, നല്ല ബോധവും കെട്ട ബോധവും കൊടുത്തു. പക്ഷേ ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഒന്നാമത്തെ ആള് നല്ല ബോധത്തിലൂടെ ശരീരത്തിന് കൾച്ചർ ചെയ്തപ്പോൾ അയാൾ വിജയം കൈവരിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹാ, മറ്റേ ആള് ശരീരത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നതാ, അയാള് പരാജയപ്പെട്ടുപോയി. സഹോദരന്മാരെ, ഈ നിലപാടുകളിൽ ഉള്ളപ്പോൾ ഇനി കരകയറ്റം നൽകിക്കൊണ്ട് രക്ഷപ്പെടുത്താൻ അള്ളാഹു അവന്റെ വകയതാ എല്ലായിടത്തും മരുന്നുകളും വഴികളും സ്ഥാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും ഒന്ന് തിരിഞ്ഞാല്, ഒന്ന് വലത്തോട്ട് തിരിഞ്ഞാല്, ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞാല്, ഒന്ന് തുമ്മിപ്പോയാല്, ഒന്ന് വീണുപോയാല്, ഒന്ന് നടന്നുപോയാല്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പോയാല്, ഒരു വസ്ത്രം വണങ്ങി പോയാല്, ഒരു അനുഗ്രഹം കണ്ടുപോയാൽ, ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിപ്പോയാൽ, എല്ലായിടങ്ങളും ഈ മലിനസമാക്കിയ ശരീരത്തിന്റെ മലിനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലാഹുവിന്റെ കാരുണ്യം വാങ്ങാനുമുള്ള മഗ്ഫിറത്തിന്റെ വഴികൾ അവൻ വെച്ചു തന്നു. അതേ, ഇന്ന റഹ്മത്തി വസിഅത്ത് കുല്ല ശൈഇൻ ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി. ശിക്ഷിക്കാൻ പാകമായ തെറ്റുകളുടെ വഴികൾ ധാരാളമുണ്ടെങ്കിലും അവകളെ ഓവർടേക്ക് ചെയ്യുന്ന രൂപത്തിൽ രക്ഷിക്കാനുള്ള വഴികൾ ധാരാളം അല്ലാഹു വെച്ചു തന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ദോഷം പുറത്തുപോയി. ഒരു നല്ല സുഗന്ധം മണത്തപ്പോൾ, ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോൾ ദോഷം പുറത്തുപോയി. കയ്യിൽ നിന്ന് തന്റെ ടോർച്ചൊന്ന് താഴെ വീണ് പോയപ്പോൾ അതൊരു മുസീബത്താണെന്ന് മനസ്സിലാക്കുകയും ഇന്നാലില്ലാഹി പറഞ്ഞപ്പോൾ അവന്റെ ദോഷം പുറത്തുപോയി. അവനൊന്ന് തുമ്മിപ്പോയപ്പോൾ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോൾ ദോഷം പുറത്തുപോയി. സുബ്ഹാനല്ലാഹ്, അവനൊരടി അങ്ങ് കാല് വെച്ചപ്പോൾ അത് പള്ളിയിലായപ്പോൾ, അല്ല ഉമ്മാനെ കാണാൻ വേണ്ടി ഒരടി കാല് മുന്നോട്ട് വെച്ചപ്പോൾ ഉപ്പ ദോഷം പൊറുത്തുപോയി. ആലിമിന്റെ മുഖം കണ്ടപ്പോൾ ദോഷം പൊറുത്തുപോയി. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോൾ ദോഷം പൊറുത്തുപോയി. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു ബിസ്മില്ലാഹി പറഞ്ഞപ്പോൾ ദോഷം പൊറുത്തുപോയി. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബന സയ്യിആത്ത്. പറയൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യമാണോ, അള്ളാഹുവിന്റെ വലതാണോ, ഏതിനാണ് മുൻതൂക്കമുള്ളത്? ഇതും കാണാത്തവർക്ക്, ഈ വരികളൊന്നും അറിയാത്തവർക്ക് നരകം കൊടുക്കാത്ത മുതലാളി വീര്യമുള്ള മുതലാളിയാകുമോ? അപ്പോൾ നിങ്ങൾക്ക് ചാടാനല്ല നരകം, നിങ്ങൾക്ക് ചാടാനല്ല നരകം കേട്ടോ. ഇതെല്ലാം വെച്ച് തന്നിട്ട് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും അവന് സുവിശേഷകന്മാര് പ്രബോധകന്മാരെ തെറ്റ് ചെയ്തു തന്നു. എത്ര അനിമികളെയാണ്, എത്ര പണ്ഡിതന്മാരെയാണ്, എത്ര പ്രബോധകന്മാരെയാണ് അവൻ പടിയിറക്കിക്കൊണ്ടിരിക്കുന്നത്.
നോക്കി നിങ്ങൾ നരകത്തിൽ കടക്കരുതെന്നാണ് അല്ലാഹുവിന്റെ താല്പര്യം. അവന്റെ കാരുണ്യത്തിന്റെ പ്രളയമാണ് അവന്റെ റോള്. എവിടെയും കാരുണ്യം വേണമെന്നാണ് അല്ലാഹുവിന്റെ താല്പര്യം. നിങ്ങൾ നോക്ക്, അനാഖിദം ബിഹുജുഹിക്കും അനിന്നാർ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രബോധകനതാ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയില്ലേ? എന്നെ പോലെ വന്ന പ്രബോധകന്മാരുടെ ഉദാഹരണം കേൾക്കണോ നിങ്ങൾക്ക്? ഒരാളവാ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ആ വിളക്കിലേക്ക് ആത്മഹത്യാ മനസ്സുമായി അതാ നൂറുകണക്കിന് പ്രാണികൾ ചാടി വീഴുന്നു. വണ്ടികള്, ചെറിയ ചെറിയ ഷഡ്പഥങ്ങള്, ചെറിയ ചെറിയ പ്രാണികള് ആ തീയിലേക്ക്, ആ വിളക്കിലേക്ക് ചാടി വീഴുമ്പോൾ ആ തീയിനെ തൊട്ട് ചാടി വീഴുന്ന വണ്ടികളെ, ഷഡ്പഥങ്ങളെ തീയോടെ കരിഞ്ഞു പോകും. താൽക്കാലിക വെളിച്ചം കണ്ട് നിങ്ങൾ ഈ അഗ്നികോളത്തിലേക്ക് ചാടി വീഴല്ല, കരിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിങ്ങനെ തടുക്കുന്നുണ്ട്. വണ്ടികൾ വീഴുന്നു, വണ്ടികളെ തടുക്കുന്നു, ഷഡ്പഥങ്ങൾ വീഴുന്നു, ഷഡ്പഥങ്ങളെ തടുക്കുന്നു, പ്രാണികളെ തടുക്കുന്നു. ഇങ്ങനെ തടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇതൊരു ഉദാഹരണമാണ് അല്ലേ? ഒരു തീ ഇങ്ങനെ കത്തുന്നു, അപ്പോ ഒരാളിങ്ങനെ ആ തീയിലേക്ക് പ്രാണികളെ ചാടാതിരിക്കാൻ വേണ്ടി കിണങ്ങി പരിശ്രമിക്കുന്നു. ആ തീയിന്റെ ചുറ്റും കൂടി നിന്ന് കണ്ട മനുഷ്യൻ പാവം ഇടങ്ങേറാകാണ് അല്ലേ? നല്ലൊരു ചിത്രമല്ലത്, നല്ലൊരു ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ കത്തിച്ചു വെച്ച തീയത് നരകമാണ്. അതിലേക്ക് ചാടി വീഴുന്ന ഷഡ്പഥങ്ങള് അത് നരകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ദുർബലരായ മനുഷ്യരാണ്. ആ നരകത്തിലേക്ക് ചാടി വീഴുന്ന മനുഷ്യമക്കളാണ്. അതിനെ തൊട്ട് തടഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അത് എന്നെ പോലെയുള്ള പ്രവാചകന്മാരാണ്. പ്രവാചകന്മാര് ഇല്ലാതിരുന്നാലോ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാര് ആ ദൗത്യം ഏറ്റെടുക്കുന്നു. ഇനി പറയൂ സഹോദരന്മാരെ, നരകത്തിലേക്ക് ഷഡ്പഥങ്ങളായി ചാടി വീഴണമെന്നാണോ നമ്മെക്കുറിച്ചുള്ള ഒരു താല്പര്യം? അതല്ല, നരകത്തിലേക്ക് ചാടി വീഴരുതെന്നാണോ അല്ലാഹുവിന്റെ താല്പര്യം? ഉറപ്പാണല്ലോ, ഉറപ്പാണ്. 1,00,000-ൽ പരം പ്രവാചകന്മാരെ, സൂര്യന്മാരെ പോലെയുള്ള പ്രവാചകന്മാരെ, ബദറും മുനീറായ പ്രവാചകന്മാരെ, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. നരകമാകുന്ന തീയോളത്തിലേക്ക് ചാടി വീഴുന്ന ഷഡ്പഥങ്ങളാകുന്ന മനുഷ്യമക്കളെ സുബുലസ്സലാമാകുന്ന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നയിക്കാനുള്ള നൂറ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, പ്രകാശം വന്നിരിക്കുന്നു. അതേ പ്രവാചകൻ വന്നിരിക്കുന്നു. ആ പ്രവാചകന്മാർക്ക് ശേഷം ഗ്രാമങ്ങളിൽ, കുഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, കടലുകളിൽ, കരകളിൽ, എല്ലായിടത്തും ഇതെന്തിനു വേണ്ടിയാണ്? നരകത്തിലേക്ക് മനുഷ്യനെ കടത്താൻ വേണ്ടിയാണോ? രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ? ഇനി പറയൂ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റഹ്മാനിയത്തും റഹീമിയത്തുമാണോ വലുത്? അതല്ല അല്ലാഹുവിന്റെ ഗളബാണോ വലുത്? അല്ലാഹുവിന്റെ ഗളബിനെ ഓവർടേക്ക് ചെയ്തു അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ ഗളബിനെ മറികടന്നു അല്ലാഹുവിന്റെ കാരുണ്യം. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ കാരുണ്യം നേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചു. സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. കൂട്ടരെ, ഒരു VIP
ലോകമാണ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. VIP-കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. VIP-കളെ പ്രവേശിപ്പിക്കുന്ന സ്ഥലത്തേക്ക് അണ്ണാച്ചിമാര് കയറി വന്നാൽ മോശമാണല്ലോ. അത് എന്റെ ഇസ്സത്തിനോട് യോജിച്ചതല്ലല്ലോ. അതുകൊണ്ട് തഖ്വാവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി നടന്ന കക്ഷികളെ സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, എത്രയും പെട്ടെന്ന് കുളിച്ചു വാ, മഗ്ഫിറത്തിലേക്ക് കടന്നു വാ. മലിനമാക്കിയ ശരീരത്തിനെ കൾച്ചർ ചെയ്യാൻ കുളിവെള്ളത്തിലേക്ക് കടന്നു വാ, മഗ്ഫിറത്തിലേക്ക് കടന്നു വാ. എന്നാൽ സ്വർഗം സുരക്ഷിതമാണ്, സുരക്ഷിതമായ കേന്ദ്രമാണ്, കാരുണ്യത്തിന്റെ കേന്ദ്രമാണ്. അവിടെ വെള്ളമുണ്ട്, വായുവുണ്ട്, ഭക്ഷണമുണ്ട്, ലൈംഗിക സുഖമുണ്ട്, എല്ലാ സുഖങ്ങളുമുണ്ട്. നിങ്ങൾക്കവിടെ എന്താണ്? ലക്കും ഫിഹാ മാ തശാഊൻ. നിങ്ങൾക്ക് ഒരു ലോകത്തും അവകാശപ്പെടാൻ കഴിയാത്ത ലോകത്ത് എത്ര മുതലാളിമാര് വന്നിട്ടുണ്ടെങ്കിലും, എത്രമേൽ മുതലാളിമാര് വന്നിട്ടുണ്ടെങ്കിലും ലക്കും മാ തശാഊന എന്ന് പറയാൻ പറ്റിയ ഒരാളുമില്ലല്ലോ. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതും സഫലമാകാതെ പോയിട്ടുണ്ടല്ലോ. എന്നാൽ സ്വർഗലോകം അതല്ല. ലക്കും ഫിഹാ മാ തശാഊൻ. നിങ്ങളെന്താണോ ഇച്ഛിക്കുന്നത്, നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളെന്താണോ ലക്ഷ്യം വെക്കുന്നത്, നിങ്ങളെന്താണോ കൊതിക്കുന്നത്, അത് ഇല്ല എന്ന് പറയില്ല. ലോകത്തിലുള്ള ഏറ്റവും വലിയ കോടീശ്വരൻ അവന്റെ ശീതീകരണ വാഹനവുമായി ഒരു കടയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അവനൊരു കോടി ഉറുപ്പികയുടെ ഒരു സാധനം വേണം. അവന് ആ സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്ന സമയത്ത് ഉണ്ടോ ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ സഹോദരാ? അത് എത്ര മോശമായ ചോദ്യമാണ്. ആ കടക്കാരനോട് ചോദിക്കുന്ന ചോദ്യം, ഇതാ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അതിവിടെ ഉണ്ടോ, അതിന്റെ വില എത്രയാണ് എന്ന് ചോദിക്കണ്ടേ? എന്നാൽ സ്വർഗലോകം അതല്ല. ലക്കും ഫിഹാ മാ തശാഊൻ. ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് കേട്ടോ. ആ സ്വർഗലോകം ചോദിക്കണ്ടേ സഹോദരാ? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ജന്ന, اللهم إني أسألك رضاك والجنة وأعوذ بك من عذاب النار. اللهم أسألك الجنة وأعوذ بك من النار. أسألك الجنة وأعوذ بك من النار. اللهم أعتقنا من النار وأدخلنا الجنة يا رب العالمين. സഹോദരാ, ആ റഹ്മത്താണ് സ്വർഗമെങ്കിൽ നേരെ മറുവശം ഒരു വീടുണ്ട് കേട്ടോ. ഈ രണ്ട് വീടല്ലാത്ത വീട് അവിടെയില്ല. ആ മറുവശമുള്ള വീടിന്റെ എല്ലാ ഭാഗങ്ങളും തീയാണ് കേട്ടോ. ഒരു ഭാഗത്ത് ഒരു റൂമുണ്ട്, ആ റൂം ഐസാണ് കേട്ടോ. ജംഹരീർ എന്ന് പറയുന്ന ഐസാണ്. ആ ഐസിലേക്ക് ഒരു മനുഷ്യനെ അങ്ങേറ്റാൽ ഉടനെ തന്നെ അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കഷ്ണമായി തെറിച്ചു പോകും. അത്രയും കടുപ്പമുള്ള ഐസാണ് കേട്ടോ. ഒരു ഭാഗത്ത് അഗ്നിയാണ്. ആ അഗ്നിയിലേക്ക് മനുഷ്യനെ അങ്ങേറ്റാൻ ക്ഷണനേരം കൊണ്ട് മനുഷ്യന് ഉരുകിപ്പോകുന്നു. ഈയം ഉരുകിപ്പോകുന്നത് പോലെ, അതാ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ മനുഷ്യനുരുകിയൊരുക്കുമ്പോ ഈ നരകത്തിൽ നിന്ന് മോചനം വേണ്ടേ സോദരാ? ആ നരക
നരകത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഞാനും നമ്മളും സുബ്ഹാനല്ലാഹ് ഇന്ന് പോലും നമ്മുടെ പക്കൽ എത്രമാത്രം കുറ്റങ്ങൾ വന്നോ. ഈ കുറ്റങ്ങൾ നരകത്തിലേക്കുള്ള ടിക്കറ്റുകളല്ലേ. അൽ മഅസിയത്തു ബരീദുൽ കുഫ്ർ, അവസാനം കുറ്റങ്ങൾ ഡിലേറ്റ് ചെയ്യപ്പെടാതെ നിലവന്നാൽ കാഫിറായി ചത്തുപോകുമെന്നല്ലേ. അത് മുഖേന അവൻ നരകത്തിലേക്ക് വീണുപോകുമെന്നല്ലേ. ആ നരകത്തിൽ നിന്ന് കരകയറേണ്ടതില്ലേ. പറഞ്ഞോ, അതിനെ പറ്റിയ അവസരമിതാ. വആഖിറുഹു ഇത്ഖുൻ മിനന്നാർ, വആഖിറുഹു ഇത്ഖുൻ മിനന്നാർ. اللهم اتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اتقنا من النار وادخلنا الجنة يا رب العالمين. അങ്ങനെ നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വലങ്ങുതടിയായി നിൽക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട് സുഹൃത്തെ, ഒരുപാട് കുറ്റങ്ങളുണ്ട് സുഹൃത്തെ. മാപ്പ് വേണം. നിന്റെ റബ്ബാണെങ്കിലോ വല്ലാതെ ഇഷ്ടമുള്ള റബ്ബിന്റെ ഹോബിയായ ഒന്നാണ് മാപ്പ് കൊടുക്കല്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ. അവന് മാപ്പ് കൊടുക്കൽ വല്ലാത്ത ഇഷ്ടമാണ്. ആരാണ് പറഞ്ഞത്? അവന്റെ ദൂതനെ കൊണ്ട് ലോകത്ത് അവൻ പ്രചരണം നടത്തിക്കളഞ്ഞു. അവന്റെ ദൂതൻ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു കളഞ്ഞു. ലൈലത്തുൽ ഖദറാണെന്ന പ്രതീക്ഷയുള്ള രാവുകളില് ഫഅക്തിരി ആയിഷ, നീ പെരുപ്പിച്ചോ ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫുവ്വുൻ, നീ മാപ്പ് കൊടുക്കുന്നവനാണല്ലോ. യുഹിബ്ബു തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുന്നത് നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലാഹ്. ഫഅഫു അന്നീ, അതുകൊണ്ട് എനിക്ക് മാപ്പ് താ അല്ലാഹ്, മാപ്പ് താ അല്ലാഹ്, മാപ്പ് താ അല്ലാഹ്. ഇത് അല്ലാഹുവിനോട് പറയൂ സുഹൃത്തേ. ഇത് പറയാൻ നിനക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കു തന്നെ. എവിടെയാണ് ധാർമ്മികമായ അവകാശത്തിന് കുറവ് വന്നു പോകുന്നത്? നീ എത്രയോ കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് മാപ്പ് കൊടുക്കാതെ ഇരുന്നു പോയിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് നീ മാപ്പ് കൊടുത്തിട്ടില്ല. നീ മാപ്പ് കൊടുക്കാതെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മാപ്പ് നിനക്ക് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് ആർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നീ മാപ്പ് കൊടുത്തോ. എന്നിട്ട് അള്ളാഹുവിന്റെ മാപ്പ് പ്രതീക്ഷിച്ചോ. ഇർഹമോ തുർഹമോ, കരുണ ചെയ്യൂ, കരുണ നേടൂ. അള്ളാഹുവിന്റെ കാരുണ്യമാണിടേ മാപ്പ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. മുത്തുനബി പോലും അല്ലാഹുവിന്റെ മുമ്പിൽ മാപ്പിന് വേണ്ടിയിരുന്നപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവുമാണ് മുന്നിൽ വെച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം വേണമെങ്കിലോ കാരുണ്യം കൊടുക്കൂ. ഇർഹമോ തുർഹമോ, കാരുണ്യം കൊടുക്കൂ, കാരുണ്യം നേടൂ. മാപ്പാകുന്ന കാരുണ്യം നിനക്ക് കിട്ടണമെങ്കിൽ മാപ്പാകുന്ന കാരുണ്യം നീ അങ്ങ് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മാപ്പ് കൊടുക്കുക. നമ്മൾക്ക് അല്ലാഹു തആല മാപ്പ് തരട്ടെ. നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവനും നമ്മൾ പുറത്തു കൊടുക്കുക. അർഹമുർ റഹീമീനായ റബ്ബേ, നമ്മോട് ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അവർക്കെല്ലാം ഇപ്പോൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരോടെല്ലാം എന്തെല്ലാം കടപ്പാടുകളുണ്ട് അത് മുഴുവനും പൂർത്തിയാക്കി വിട്ടാൻ മാത്രമുള്ള വിശാലമായ തൗബ ഞങ്ങൾക്ക് നീ കൊണ്ടാ അല്ലാഹ്. യമൻ യറാ മാ ഫിൽ യമീരി വയസ്മഉ അൻതൽ മുഅദ്ദു ലികുല്ലി മാ യുതവഖഉ യമൻ യുറജ്ജാ ബിശ്ശദാഇദി കുല്ലിഹാ
يا من إليه نشتكى والمفزع يا من خزائن رزقه في قول كن ومن فإن الخير عندك أجمع ما لي سوى فقري إليك وسيلة وبالافتقار إليك ربي أذرع ما لي سوى قرئي لبابك هيلة فلئن رددت فأي باب أقرع ومن الذي أدعو وأهتف باسمه إن كان فضلك أن أبيدك يمنع إن كان لا يرجوك إلا مفسر فالمذنب العاصي إلى من يرجع حاشا لجودك أن تقنط عصيا الفضل أجزل والمواهب أوسع ആ കാരുണ്യം എത്ര വിശാലമായ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗമായാണ് കൂട്ടരെ ഞാനതും കൂടെ പറഞ്ഞു നിർത്തുന്നു. ആ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായത്തിറക്കിയ കാരുണ്യത്തിന്റെ യജമാനൻ ആ റഹ്മാനായ റബ്ബിന്റെ അടിമയുടെ പേര് റഹീം എന്നാണ്. ആ അടിമയുടെ പേര് റഊഫ് എന്നാണ്. ആ അടിമയുടെ ഡ്യൂട്ടിയുടെ പേരായ അല്ലാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ അടിമക്ക് അല്ലാഹു കൊടുത്ത ഡ്യൂട്ടി റഹ്മത്താണ്. ആ അടിമകളുടെ ആ അടിമയാകുന്ന നേതാവിന്റെ അനുയായികളുടെ ഡ്യൂട്ടിയും റഹ്മത്താണ്. റഹമാഉ ബൈനഹും അത് റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ് എല്ലാവരോടും അവൻ കൽപ്പിച്ചതും ഇർഹമോ തുർഹമോ അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ വിപ്ലവകാരൻ യജമാനനായ റബ്ബാണ്. ആ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് നമ്മൾ സംസാരിച്ച വിഷയമാകുന്ന പിശാചിന്റെ കെണിവലകളിൽ നിന്നുള്ള പടികയറ്റവും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലത്തബഅ്തുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ. അള്ളാഹുവിന്റെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ശൈത്താനിന്റെ പിന്നിൽ നടക്കുമായിരുന്നു. അപ്പോൾ പിശാചിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു പറയുന്നത്, എടോ ആ പിശാചിന്റെ കെണിവലകളിൽ നിന്ന് പടികയറ്റം കിട്ടിയതിന്റെ രഹസ്യവും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഉള്ളിൽപ്പെട്ടു. പിശാചിന്റെ കെണിവലകളിൽ നിന്നുള്ള മോചനവും ആ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യപ്പെട്ടു. ഈ കാരുണ്യം നേടാനുള്ള വഴികള് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും നമ്മളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ മാസത്തിന്റെ മഗ്ഫിറത്തിന്റെ 10ന്റെ സമാപനമാണ്. ഒരു 11 ഇസ്തിഗ്ഫാർ നമ്മളൊക്കെ ചെല്ലണം. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ വിഷമങ്ങൾ ഉള്ളവരുണ്ട്. വിഷമങ്ങൾ ഉള്ളവരോടൊക്കെ പ്രത്യേകമായി കാര്യം പറയാനുള്ളത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതൊന്നും പറയാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. മാത്രമല്ല ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ ചില ഇസ്തിഗ്ഫാറുകൾക്കും തസ്ബീഹുകൾക്കൊക്കെ ഉള്ളത് പറഞ്ഞു പോയാൽ നിയ്യത്തെ കൈ കൊണ്ടിടും. നമുക്കങ്ങനെയാണല്ലോ, യുഹിബ്ബൂനൽ ആജില, ദുനിയാവിനാണ് നമുക്ക് കൂടുതൽ മഹബത്ത്. അതുകൊണ്ട് നമ്മൾ ഈ ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ ദുനിയാവ് കരുതിപ്പോന്ന് ചോദിച്ചാൽ പറയാതിരിക്കുകയാണ്. കാരണം വിഷമങ്ങൾ ദൂരീകരിച്ച് കിട്ടാൻ ഇത്ര മുന്തിയൊരു സാധനം വേറില്ല. പല പ്രയാസങ്ങളും പറഞ്ഞു വന്ന മഹാന്മാരുടെ അരികിൽ മഹാന്മാര് ഇസ്തിഗ്ഫാർ പറഞ്ഞപ്പോൾ അത് ചെല്ലിയപ്പോൾ പ്രയാസങ്ങൾ നീങ്ങിപ്പോയതുണ്ട്. എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. എന്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിഞ്ഞ് കുറെ വർഷമായി കുട്ടികളുണ്ടായില്ല. അവസാനം വേണ്ടുന്ന ചികിത്സകളൊക്കെ നടത്തി ഒരു പ്രയോജനമില്ല. ഒരു ദിവസം ആ സുഹൃത്ത് എന്നെ ആ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പൊ ക്ഷണിച്ചപ്പം സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. ആ കുട്ടിയുടെ കുടുംബത്തിൽ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറക്കാത്ത വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ
ഞാൻ പറഞ്ഞു, മണിയറയുടെ ഉള്ളിൽ നിങ്ങൾ നല്ലൊരു ദിക്ർ ഹൽക്ക സംഘടിപ്പിക്കുക. പള്ളിയിൽ ഉസ്താദിനൊന്നും കൊണ്ടുവരണ്ട, ഞങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം മതി. രാത്രിയിൽ നല്ല ദിക്ർ ചെല്ലുക, കുറെ തസ്ബീഹും തഹ്ലീലും കുറെ ആയത്തുകളും ഒക്കെ ചൊല്ലിയിട്ട് കഴിഞ്ഞുപോയ ജീവിതത്തിലുള്ള എല്ലാ അബദ്ധങ്ങൾക്കും കണക്ക് തീർത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. ചെയ്തിട്ട് നിങ്ങളിന്ന് ഭാര്യ ഭർത്താവ് ജീവിതം ഒന്ന് നയിച്ച് ഒന്ന് ആ മണിയറയിൽ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പാതിര സമയത്ത് ദ്വാരമിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നടത്തി നോക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സന്താനത്തെ തരും. അൽഹംദുലില്ലാ. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ യമനിൽ പോയപ്പോൾ യമനിലേക്ക് ആ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷ വാർത്ത പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണെന്ന്. അതുപോലെ നമ്മുടെ ഒരു ശിഷ്യൻ വന്നുകൊണ്ട് ഇതേ വിഷയം കല്യാണം കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ സന്താനമില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ അവനോടും ഞാൻ ഇതേ രൂപം പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ. ഉടനെ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയല്ല, ഒരു പണ്ഡിതനാണ്, ബിരുദധാരിയാണ്, അയാളും എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ്. ഇപ്പം രണ്ടാമത്തെ കുട്ടി ഉണ്ടോന്ന് സംശയമുണ്ട്. ഒരു കുട്ടി ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ആള് കർണാടകയിലായതുകൊണ്ട് എപ്പോഴും ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ. നമ്മുടെ ശിഷ്യൻ തന്നെയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ വിജയം കൊടുക്കുമാറാട്ടെ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടങ്ങൾ ധാരാളമാണ്. അപ്പൊ വിഷമങ്ങളിൽ കുടുങ്ങിപ്പോയവർ ചിലപ്പോൾ നമുക്ക് റിയാക്ഷൻ ആയിരിക്കാം വിഷമത്തിന്റെ കാരണം, നമുക്കറിയില്ല. എന്തെങ്കിലും കുരുത്തക്കേട് നമ്മുടെ വക്കിൽ സംഭവിച്ചതിന്റെ തിക്തഫലമായിരിക്കാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാം, ഒരു ജീവിയെ ചവിട്ടിപ്പോയപ്പോൾ ആ ജീവിയുടെ കാലൊടിഞ്ഞിട്ടുണ്ടാവും. ഒരു എറുമ്പ് ഉദാഹരണം പറയാം, ചവിട്ടിപ്പോയപ്പോൾ ആ എറുമ്പിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടാവും. ആ എറുമ്പ് ചത്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറെ സമയം ആ എറുമ്പ് പെടഞ്ഞിട്ട് ദാഹം സഹിച്ച് ഇടങ്ങേറായിട്ട് ഇങ്ങനെ കളിച്ചിട്ടുണ്ടാവും. സംഗതി നമ്മൾ കുറ്റക്കാരല്ല. എന്തുകൊണ്ട്? നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയാതെ ചവിട്ടിപ്പോയതാണ്. പക്ഷേ ആ എറുമ്പിന്റെ വിഷമം കാരണത്താൽ നമുക്ക് റിയാക്ഷൻ സംഭവിക്കും. പരലോകത്ത് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ റിയാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പരീക്ഷണങ്ങൾ, ചില രോഗങ്ങൾ, മാറാവ്യാധികളോ മറ്റോ വന്നുവിട്ട് നമ്മൾ വിഷമിച്ചു പോവും. അപ്പോൾ നമ്മൾ അതിന് തൊട്ടൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ പറ്റിയ, എല്ലാറ്റിനും കൂടി പറ്റിയ അള്ളാഹു നമുക്ക് തന്ന സാധനമാണ് ഇസ്തിഗ്ഫാർ. ഓരോന്നിനും ബുബ്ബാറ വേണ്ട. എത്ര വലിയ കേസാണെങ്കിലും ശരി, കൊലപാതകം വരെ നടത്തിയതാണെങ്കിലും ശരി, അതിനെ മായ്ച്ചു കളയാണ് അള്ളാഹു തആല വെച്ച് എന്ന സാധനം ഇസ്തിഗ്ഫാറാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമുക്ക് ചെല്ലണം. വിഷമം അനുഭവിക്കുന്നവരൊക്കെ അത് വിഷമം നീങ്ങണം എന്നല്ല സത്യത്തിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് കരുതേണ്ടത്. അങ്ങനെ കരുതിയാല് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ആദാവിതങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ ആ ചോദ്യത്തിന് കുഴപ്പമില്ല എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളെന്താണ്, ഒമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറാ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്. എന്നാൽ അതിന് ഫലമുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫലങ്ങളിൽ ദുനിയാവ് കിട്ടിക്കോട്ടെ. ഫായിദ, ഗായത്തല്ല. ഗായത്തും ഫായിദയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണല്ലോ. ഗായത്ത് എന്ന ലക്ഷ്യം, ഫായിദ എന്ന നേട്ടം. നേട്ടം ലക്ഷ്യം വ്യത്യാസം ഉണ്ടാവും, അല്ലേ? നമ്മള് ഭക്ഷണം കഴിക്കണത് എന്തിനാണ്? ആരോഗ്യം ഉണ്ടാകാനും വിശപ്പ് പോകാനുമാണ്. ചിലപ്പോൾ ആ ഭക്ഷണം കഴിച്ചത് മുഖേന ചിലപ്പോൾ നേട്ടായിട്ട് ചിലപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ടാവും? നേട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? നല്ല ഉറക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ ഉറക്ക് ചിലപ്പോൾ നമുക്ക് ലക്ഷ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഉറക്ക് വരരുതെന്നാൻ താല്പര്യം ഉണ്ടാകുക. പക്ഷെ അതിന്റെ ഫായിദയാണ് ഉറക്ക്. ഇരിക്കട്ടെ, ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഉറക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തിന്നൽ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ലക്ഷ്യം വെച്ച വായത്തായി, ലക്ഷ്യം വെച്ചില്ല ഫായിദായി. കുറച്ചോനെ വെറുതെ ഓരോന്ന് പറഞ്ഞ സമയം പോയി. അതുപോലെ നമുക്ക് പുറത്തൊരുമാറാകട്ടെ. അപ്പൊ എല്ലാവരും ഒരു 11 ഇസ്തിഗ്ഫാർ ചെയ്യില്ല. ഒരൊറ്റ സെക്കൻഡ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് മടങ്ങിയിട്ടൊന്ന് ചിന്തിക്കുക. കുറച്ചോനെ തെറ്റുകൾ ധാരാളം വന്നു പോയിട്ട് നമുക്കൊക്കെ ഉള്ളത് പൂർത്തിയായിട്ട് ഒറ്റ സെക്കൻഡ് എല്ലാവരും ഒന്ന് തിരിച്ച് പോകാൻ നമ്മുടെ ജീവിതത്തിലേക്ക്. ഞാൻ അപ്പോഴേക്ക് അൽഹംദുലില്ലാഹ് സ്വലാത്തൊക്കെ ചെല്ലാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നമ്മുടെ തെറ്റുകൾ, ഒരവലോകനം മൊത്തത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ കസീറൻ മുബാറകൻ جزيلا جميلا دائما بدوام ملك الله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد.
11 വട്ടം ചെല്ലാൻ പോകുന്ന ഇസ്തിഗ്ഫാർ എല്ലാവരും തെറ്റുകൾ ഓർത്തുകൊണ്ട് അർത്ഥബോധത്തോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചൊല്ലുക. അർഹമുർ റബ്ബ്, അർഹമുർ റബ്ബ്, നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കള്, നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദര സഹോദരിമാരും അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ അടക്കമുള്ളവരാണ് കൂട്ടുകുടുംബാദികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അവര്, അതുപോലെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ സഹായികൾ, സ്ഥാപനത്തിലെ എന്റെ ഒരു ദിനം പദ്ധതിയിലേക്ക് കാശ് തരുന്ന ഷാദിരി ഫാമിലി മെമ്പർമാർ, ബിൽഡിംഗിലേക്ക് സിമന്റും മറ്റ് മെറ്റീരിയൽസുകളും സംഭാവന ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിച്ച പല ആളുകളുമുണ്ട്. എല്ലാവർക്കും ഉള്ള തൗഫീഖ് കൊടുക്കട്ടെ. അങ്ങനെ നമ്മെ സഹായിച്ച എല്ലാ ആളുകളും, നമ്മെ സന്തോഷിപ്പിച്ച ആളുകൾ, നമുക്ക് ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ വർഷം മുത്താലിമീങ്ങൾക്ക് നോമ്പ് തുറക്ക് വേണ്ടി വലിയ സംഖ്യ നൽകിയിട്ടുള്ള അറബി സഹോദരൻ, എല്ലാവരുടെയും സർവ്വദോഷങ്ങളും ഈ ക്ലാസ് റൂമുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട SVSന്റെ ഇസ്ലാമിക് മിഷൻ ക്ലാസ് റൂമിലും, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ KMICയിലും ഒക്കെ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും, അതിന്റെ പ്രവർത്തകന്മാർ, KMICയുടെ എന്റെ പ്രിയപ്പെട്ട വിശ്വസ്തരായ ഒരുപാട് സുഹൃത്തുക്കൾ പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. എല്ലാവരുടെയും സർവമാന ദോഷങ്ങളും അർഹമുർ റഹീമായ റബ്ബ് പൊറുത്തു തരുമാറാകട്ടെ. എല്ലാവരും ഒരു 11 ഇസ്തിഗ്ഫാർ ഈ വിശുദ്ധമായ 10ന്റെ സമാപന സമയത്ത് നമ്മൾ ചെല്ലുന്ന, കൂട്ടമായി ചെല്ലുന്ന ഇസ്തിഗ്ഫാറിന്റെ വ്യാപ്തി കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഒരിക്കലും വിട്ടുമാറാത്ത നമ്മുടെ ദുസ്വഭാവങ്ങളും നമ്മുടെ ദുർഗുണങ്ങളും നമ്മുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച ദോഷക്കറകളും എല്ലാം അല്ലാഹു തീർത്തും നീക്കി പെരുമാറാകട്ടെ. എന്തെല്ലാം ഷഹ്വാത്തുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാതെ നമ്മൾ അള്ളിപ്പിടിച്ചു പോയിട്ടുണ്ടോ, അത് വളരെ അത്ഭുതകരമായി അല്ലാഹു നമ്മിൽ നിന്ന് നീക്കി പെരുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ, അത്ഖകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും പറയാം, നസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 നസ്തഗ്ഫിറുല്ലാഹൽ അലീം. ലനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിഔലാദിനാ വലിഅസ്വാജിനാ വലിഅഹ്ലിനാ വഇയാലിനാ وإخواننا وأخواتنا وأولادهم وأزواجهم سائر أقاربنا وأقارب أزواجنا وقرابينا ومن أعان موهدنا هذا ومن فطرنا ومن أطعمنا ومن أحبنا ومن أحسن إلينا ومن أوصانا بالدعاء وسائر المؤمنين والمؤمنات أرحم الراحمين يا الله، അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ്. പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്, അക്രമികളാണ് അല്ലാഹ്, ക്രൂരന്മാരാണ് അല്ലാഹ്, ദുസ്വഭാവികളാണ് അല്ലാഹ്, ദേഷ്യത്തിന്റെ ഉടമകളാണ് അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളെങ്കിലും പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും കരകയറ്റണേ അല്ലാഹ്. നിന്നിലേക്ക് ഞങ്ങളെ വാസുരീങ്ങളാക്കി തരണം അല്ലാ, നിന്നെ തൊട്ടുള്ള മുങ്കത്തീങ്ങളിൽ പെടുത്തരുത് അല്ലാ. റഹ്മാനായ റബ്ബേ, സർവമാന തിന്മകളിൽ നിന്നും, നീ ഇഷ്ടപ്പെടാത്ത ദുസ്വഭാവങ്ങളിൽ നിന്നും, എല്ലാ അരുതായ്മകളിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും കരകയറ്റം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാ, ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാ. ഞങ്ങൾ അശക്തരാണ് അല്ലാ, ഞങ്ങൾ ബലഹീനരാണ് അല്ലാ. വഴിയറിയാതെ ഉഴന്നുകൊണ്ടിരിക്കുന്ന, സായം സന്ധിയിൽ ജീവിക്കുന്ന പാവങ്ങളാണ് അല്ലാ. ഞങ്ങളെ രക്ഷിക്കാനുള്ള കഴിവുള്ളവൻ നീയാണ്, ഞങ്ങളുടെ ഹാദീനെയാണ്, ഞങ്ങളുടെ എല്ലാ ഖദീറിനെയാണ്, ഞങ്ങളുടെ അലിയനെയാണ്, ഞങ്ങളുടെ റബ്ബിനെയാണ്, ഞങ്ങളുടെ വലിയനെയാണ്, ഞങ്ങളുടെ അല്ലാഹ്, ഞങ്ങളുടെ അല്ലാഹ്, ഞങ്ങളുടെ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി താ അല്ലാഹ്.
ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ചതിക്കുഴികളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, നിന്നിലേക്ക് അടുക്കുന്ന മാനവീയങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, രക്ഷിക്കണേ അല്ലാ. നിന്നിലേക്കുള്ള ഞങ്ങളുടെ ശ്രമങ്ങളിൽ നിന്ന് വഴിതടസ്സങ്ങളായി നിൽക്കുന്ന സൃഷ്ടികൾ ആരാണെങ്കിലും അവരിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് തരണം റഹ്മാനേ, സലാമത്ത് തരണം റഹ്മാനേ. നിനക്കിഷ്ടമില്ലാത്ത ഏത് ഹബ്ബാണ് ഞങ്ങളുടെ ഖൽബിലുള്ളതെങ്കിലും, നിനക്കിഷ്ടമില്ലാത്ത ഏത് ബുഗ്ളാണ് ഖലബാണ് ഞങ്ങൾക്കുള്ളതെങ്കിലും അത് നീ പോക്കിത്തരണം റഹ്മാനേ. നിനക്കിഷ്ടമായ ഹുബ്ബേതാണോ, നിനക്കിഷ്ടമായ ബുഗ്ളേതാണോ, അതുകൊണ്ട് ഞങ്ങളുടെ ഖൽബ് മറക്കണം റഹ്മാനേ. അൻവാറുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഖൽബ് ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണം റഹ്മാനേ. ആ അൻവാറുകളെ കൊണ്ട് വിസ്ഫോടനം സൃഷ്ടിക്കുന്ന അവയവങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, ഉൾനാട്ടമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, റിയ ഇല്ലാത്ത, ഉജ്ബില്ലാത്ത, നീ പൊരുത്തപ്പെടാത്ത സ്വഭാവങ്ങളിൽ നിന്ന് മുഴുവനും സുരക്ഷിതമായ ഖൽബും നീ ഇഷ്ടപ്പെടാത്ത സർവ്വതങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ശരീരാവയവങ്ങളെ കൊണ്ടും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ പറഞ്ഞ സർവരും ഞങ്ങളെന്ന് പറയുന്നതിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഗുരുനാഥന്മാരെയും ശിഷ്യന്മാരെയും ഉഖ്റവിയായ അരിമീങ്ങളാക്കിത്താ അല്ലാ, ദുനിയാവിന്റെ ചണ്ടികളാക്കിക്കളയല്ല അല്ലാ. ആഖിറു സമാനിൽ ഉഖ്ലാഉലമാഉ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ശരീരത്തെ മറന്നുകൊണ്ട്, നിന്നെ ഓർത്തുകൊണ്ട്, ദുനിയാവിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് നിന്റെ ആഖിറത്തിലേക്ക് റഡാറ് വിരിച്ചു വെക്കുന്ന ആലിമീങ്ങളെ ഞങ്ങളെ പെടുത്തണമല്ല. ലക്ഷ്യം വെച്ച് മുന്നേറുന്ന മുഖ്ലിസീങ്ങളായ ദാഇകളിൽ ഞങ്ങളെ നീ പെടുത്തണമല്ല. നിന്നെ മറക്കാത്ത ഐശ്വര്യം കൊണ്ട് ഞങ്ങളുടെ അഹ്ലിയ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാകമായ സാമ്പത്തിക ഭദ്രത കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ല. ഞങ്ങളുടെയും ഞങ്ങളുടെ ആശ്രിതരുടെയും ഞങ്ങളുടെ മാതാപിതാക്കള്, ഭാര്യമക്കളും, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ശിഷ്യന്മാരുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ, ഇവരുടെ പേരിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ തരുകയല്ല. അവകളെല്ലാം നിന്റെ ഫളിൽ നിന്ന് ഞങ്ങൾക്ക് നീ യസീറാക്കിക്കൊണ്ടാവുക, ഹലാലായ വഴിയിലൂടെയെല്ലാം എളുപ്പമാക്കിക്കൊണ്ടാവുക. ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനങ്ങളും കടം വരാതെ, ബാധ്യതകൾ വരാതെ നിറവേറ്റിക്കൊണ്ടാവുക. അതിനെ പറ്റിയ പാപപാകമായ വിശാലമായ ബാബ് നിന്റെ ഫളിൽ നിന്ന് ഞങ്ങൾക്ക് തുറന്നതാവുക. ഞങ്ങളെയോ ഞങ്ങളുടെ അഹ്ലിയാലുകളെയോ ഞങ്ങൾക്ക് നീ ഭാരമാക്കിക്കളയല്ല അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് നീ എൻഗേജ് തരരുത് അല്ലാ. ഞങ്ങളുടെ തെദരീസുകൾക്ക് ബാധിക്കുന്ന, ഞങ്ങളുടെ ദഅവത്തുകൾക്ക് ബാധിക്കുന്ന, ഞങ്ങളുടെ ഇബാദത്തുകൾക്ക് ബാധിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നീ ജീവിതത്തിന്റെ ഇഷ്തിഹാർ തരരുതല്ല. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും, ഞങ്ങളുടെ ഇണകളുടെ കാര്യത്തിലാണെങ്കിലും, കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഐഹികമായ വിഷയങ്ങളിൽ എളുപ്പം നൽകണം റഹ്മാനേ. അവരുടെ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ടെൻഷൻ തരുന്നത് റഹ്മാനേ. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്ന ദുർഗതികരുത് റഹ്മാനേ. മറ്റുള്ളവർക്ക് ഞങ്ങളെ നീ ഭാരമാക്കരുത് റഹ്മാനേ. ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം സങ്കടപ്പാടുകൾ പറഞ്ഞിട്ടുണ്ടോ അവരെ മുഴുവനും സങ്കടപ്പാടുകളെ നീ ഉയർത്തിക്കളയണം റഹ്മാനേ. ഞങ്ങളെ സന്തോഷിപ്പിച്ചവരെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനേ. ഞങ്ങളോട് തുണച്ചവരെ നീ തുണക്കണം റഹ്മാനേ. ഞങ്ങളെ അനുഗ്രഹിച്ചവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് നീ സപ്പോർട്ട് കൊടുക്കണം റഹ്മാനേ. സ്ഥാപനത്തിന്റെ അസ്ഥിവാരതൽ ഇവയെ ചെറുതും വലുതുമായ സാമ്പത്തികമായോ ശാരീരികമായോ ആര് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആരെയും നീ കൈവെടിയല്ല. ദുനിയാവിലും ആഖിറത്തിലും കൈവെടിയല്ല. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടണമല്ല. ഈ ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്നവരെ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ളവരാണ് അല്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നീ നൽകണമല്ല.
അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരിലും വിവിധങ്ങളായ ടെൻഷനുകൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ, കേസുകളുടെ പേരിൽ, ബിസിനസ്സുകളുടെ പേരിൽ, ജോലികളുടെ പേരിൽ, വരുമാനങ്ങളുടെ പേരിൽ, രോഗങ്ങളുടെ പേരിൽ, പുറമിറങ്ങി നിൽക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ, കുടുംബ ജീവിതത്തിലെ ആരാധവസരങ്ങളുടെ പേരിൽ, ദാമ്പത്യ ജീവിതത്തിന് സ്വസ്ഥതയില്ലാത്തതിന്റെ പേരിൽ, കുഞ്ഞിക്കാല് കാണാത്തതിന്റെ പേരിൽ, റഹ്മാനായ റബ്ബേ, വിവിധങ്ങളായ തലങ്ങളിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ധാരാളമുണ്ട്. ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരിലുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സഹകാരികളിലും സഹായികളിലുമുണ്ട്. നമ്മുടെ മുത്താലിമീങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലുമുണ്ട്. എല്ലാവരുടെ ടെൻഷനും നിനക്കറിയാമല്ലോ അല്ലാ. ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും നീ നീക്കിക്കളയണേ അല്ലാ, നീക്കിക്കളയണേ അല്ലാ, നീക്കിക്കളയണേ അല്ലാ. ചോദിക്കാനോ യാചിക്കാനോ അരക്കാനോ പറ്റിയ നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടാത്തവരാണ് ഞങ്ങളെന്ന പൂർണ്ണബോധ്യം ഞങ്ങൾക്കുണ്ട് അല്ലാ. പക്ഷേ നിന്റെ കറമിനെ കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷ വെച്ചു പോയി അല്ലാ. അത് മോശമാണോ അല്ലാ? നിന്റെ കറമ ഞങ്ങൾക്ക് തുറന്നതാ അല്ലാ. നിന്റെ കാരുണ്യത്തിന് അരുതിയില്ലല്ലോ അല്ലാ, പരിധിയില്ലല്ലോ അല്ലാ, ില്ലല്ലോ അല്ലാ. ആ കാരുണ്യത്തിൽ നിന്നാണ് ഞങ്ങളെ ഇറക്കുന്നത് അല്ലാ, അതിൽ നിന്നാണ് ഞങ്ങൾ യാചിക്കുന്നത് അല്ലാ. ഞങ്ങളാട്ടല്ല അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ യാചനകൾക്ക് പരിഹാരം തരണേ അല്ലാ, യാചനകൾക്ക് പരിഹാരം തരണേ അല്ലാ. വിശുദ്ധ റമദാനിന്റെ ഭാഗ്യശാലികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഉത്തഖാഉ റമദാനിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. റമദാനിലും മറ്റ് സമയങ്ങളിലും ഞങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെയും എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ, എന്തെല്ലാം ക്രെഡിറ്റുകളുണ്ടോ, അതെല്ലാം നിന്റേതാണ് അല്ലാ. ഒന്ന് ശകലം പോലും ഞങ്ങളുടേതില്ല അല്ലാ. ഞങ്ങൾ കല്ല് പോലെയാണ്, മരം പോലെയാണ്, കിട്ടിയാൽ കിട്ടി എന്ന പരുവത്തിലുള്ളവരാണ്. ഞങ്ങളെ മോശപ്പെട്ടവരായിരുന്നിട്ടും നീ കരീമായതിന്റെ ലക്ഷണങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാ. നീ റഹ്മാനാണ്, റഹീമാണ്, ലത്തീഫാണ് എന്നതിന്റെ, നീ റഊഫാണതിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാ. പക്ഷേ പൂർവോപരി ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഈ നിന്റെ റഹ്മത്തും ലത്ഫും ആവശ്യമാകുന്ന ഘട്ടം ഞങ്ങളുടെ മരണഘട്ടമാണ്, ഞങ്ങളുടെ ഖബറാണ്, മഹ്ശറയാണ്, ഞങ്ങളുടെ മീസാനാണ്, സിറാത്താണ്. ആ സമയത്ത് നീ നിന്റെ റഹ്മത്ത് ഞങ്ങളെ തൊട്ട് തടയാൻ കാരണമായി എന്തുണ്ടോ അത് മുഴുവനും നീ തുടച്ചു നീക്കിത്താ അല്ലാ. സംശുദ്ധമായൊരു ജീവിതത്തിന് തൗഫീഖ് കൊണ്ടല്ല, തഖ്വയുടെ ജീവിതം കൊണ്ടല്ല, സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും അയൽപക്കപരമായും ഗുരുശിഷ്യബന്ധപരമായും മക്കള് പിതാക്കൾ സംബന്ധമായും ഭാര്യ ഭർത്താക്കൾ സംബന്ധമായും സഹപ്രവർത്തകർ സംബന്ധമായും മറ്റ് സമൂഹങ്ങൾക്കിടയെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എന്തെല്ലാം അരുതായ്മകൾ ചെയ്തോ അതെല്ലാം പൊറുക്കണമല്ല, പൊറുക്കണമല്ല, പൊറുക്കണമല്ല. ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ അല്ല. സമയത്തിന് വിലയുണ്ട്. നീ ബഹുമാനിച്ച സമയമാണ്, നീ ബഹുമാനിച്ച സമയമാണ്, നീ ബഹുമാനിച്ച സമയമാണ്. ഞങ്ങളുടെ മനസ്സിന്റെ കാരണത്താൽ തള്ളരുത് അല്ല, തള്ളിക്കളയരുത് അല്ല. സ്വീകരിക്കണമല്ല, സ്വീകരിക്കണമല്ല, സ്വീകരിക്കണമല്ല. ഞങ്ങളിൽ ഒരുപാട് കുറവുകളുണ്ട് അല്ല, പോരായ്മകളുണ്ട് അല്ല, ഷർത്തുകൾ എത്തിയിട്ടില്ല അല്ല. പക്ഷേ ഞങ്ങളെ മടക്കിക്കളഞ്ഞാൽ ഞങ്ങളെ സ്വീകരിക്കാൻ ഏത് റബ്ബാണ് അല്ല ഉള്ളത്? ഞങ്ങളാറ്റിയാൽ ഏത് ശക്തിയാണ് ഞങ്ങളെ സ്വീകരിക്കാറുള്ളത്? ഞങ്ങളെ പഠിപ്പിച്ചാൽ ഏതൊരാളാണ് ഞങ്ങളെ ഹിദായത്താക്കാറുള്ളത്? ഞങ്ങളുടെ ശത്രുവായ ഞങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടാത്ത വലിയ പഹേരായ വഞ്ചകരായ ചതിയരായ ക്രൂരരായ പിശാചിലേക്ക്, ആ പെരുക്കല്ലറിലേക്ക് ഞങ്ങളെ നീ എറിഞ്ഞു കൊടുക്കല്ല അല്ല, എറിഞ്ഞു കൊടുക്കല്ല അല്ല, എറിഞ്ഞു കൊടുക്കല്ല അല്ല. റഹ്മാനായ റബ്ബേ അല്ലാഹു ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം.
اللهم إنك عفو تحب العفو فاعف عنا يا كريم اللهم إنك عفو تحب العفو فاعف عنا يا كريم റഹ്മാനായ റബ്ബേ ലൈലത്തുൽ ഖദർ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്ത് നിന്നിലേക്ക് കരയുന്ന പാതിരാസമയത്ത് ഓർക്കൊഴിച്ചുകൊണ്ട് സുജൂദിൽ വീടുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ അപരാധങ്ങൾ ഓർത്തുകൊണ്ട് നിന്നോട് കരഞ്ഞ് വിലപിച്ച് പൊട്ടുന്ന ഹൃദയത്തോടുകൂടി തൗബയാചിക്കാനുള്ള ഭാഗ്യം അർഹമുർറാഹിമീനായ അല്ലാഹ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അടുത്ത ശനിയാഴ്ച ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കോൺക്രീറ്റ് കഴിയുമ്പോൾ ഒരു 5 പൈസ പോലും കടമില്ലാതെ ഞങ്ങൾക്കത് പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് ഒരു മുട്ടും വരാതെ കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന ഉസ്താദുമാര് ഇറങ്ങിപ്പോയി, അതുപോലെ മുത്തഅല്ലിമീങ്ങൾ ഇറങ്ങിപ്പോയി, ആളുകളിൽ നിന്ന് കാശ് പിരിച്ചുകൊണ്ടുവന്ന് കുട്ടികൾക്ക് ഭക്ഷണമുണ്ടാക്കേണ്ടുന്ന ഒരു ദുർഗതി ഉണ്ടാകാതെ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികമായ ഭദ്രത നീ നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا دائرن بري ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب